കർത്താവിൻ്റെ അത്ഭുതകരങ്ങൾ ഈ രാത്രിയിൽ നമുക്ക് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ ഒത്തിരി പേർ ചോദിച്ചു, പാസ്റ്ററെ, എങ്ങനെ ഒരു ദൈവ പൈതലാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും? സ്പിരിച്വൽ കിഡ്സിൻ്റെ കാര്യമല്ല അവർ ചോദിച്ചത്, അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ചോദിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ പല പേരൻസും അവരുടെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കലേക്ക് 1 ദിവസത്തേക്കും 2 ദിവസത്തേക്കുമൊക്കെ വിടുന്നുണ്ട്. നിങ്ങൾ ലൈവ് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം കുഞ്ഞുങ്ങൾ 1 ദിവസത്തേക്ക് ഞങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും 2 കുഞ്ഞുങ്ങൾ ആരാധന അവർ 9 മണിക്ക് വേണ്ടി വന്നു. പക്ഷേ അവർ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി. അതിൻ്റെ കാരണം ഞാൻ പൊതുവിൽ പറയാം. നിങ്ങൾ ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ വരാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ നിങ്ങൾ ഇൻ ക്രൈസ്റ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രോപ്പർട്ടിയിൽ എത്തുന്നത്. ഇൻ ക്രൈസ്റ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ. നിർഭാഗ്യവശാൽ ഇൻ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പലരും സെർച്ച് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പഴയ ബിൽഡിങ്ങിലാണ്. അതിനെ മാറ്റാൻ വേണ്ടി ഞങ്ങളുടെ ടീമിനോട് ഞാൻ പറഞ്ഞിട്ടും പലപ്പോഴും അത് നടന്നിട്ടില്ല. ഈ ദിവസങ്ങളിൽ അത് നടത്തി തരാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് 2 കുഞ്ഞുങ്ങൾ വഴിതെറ്റി ആരാധന തീരുന്നിടം വരെ ചാത്തന്നൂരിൽ ഇങ്ങനെ കിടന്ന് കറങ്ങി അവർ 12:30 ആയപ്പോൾ ചർച്ചിലെത്തി. അതിനുശേഷം വൈകുന്നേരം വരെ എൻ്റെ കൂടെ ചെലവഴിച്ചിട്ടാണ് അവർ പോയത്. ഇവരൊന്നും എനിക്ക് എൻ്റെ ശാരീരിക ബന്ധമുള്ള എൻ്റെ കസിൻസ് അല്ല, എൻ്റെ ആരുമല്ല. ഇവരുടെ ലൈഫിൽ എവിടെയോ ചില മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നതുകൊണ്ട് അവർ ഒരുപക്ഷെങ്കിൽ എന്നെ ഒരു സ്പിരിച്വൽ ഫാദർ എന്നോ സ്പിരിച്വൽ ബ്രദർ എന്നോ എന്ന അളവിൽ എന്നെ കാണുന്നത് കൊണ്ടാണ് അവർ ആ നിലകളിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ട് ഒത്തിരി പേർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ റൈസൻ, എങ്ങനെ ഒരു സ്പിരിച്വൽ കിഡ്സിനെ, ഒരു കുഞ്ഞിനെ ഈ കാലഘട്ടത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും? ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ ആത്മീകമായി വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. എക്സ്ട്രീംലി റിസ്ക്കാണ്. കഴിഞ്ഞ ഒരാഴ്ച വേണ്ട ഒരു 10 ദിവസമായി കേരളത്തിൽ നടന്ന ക്രൈമുകളുടെ എണ്ണം എടുത്താൽ ഈ ക്രൈമുകളിൽ പലതും ചെയ്തത് ടീനേജ് ആളുകളായിരുന്നു. ഈ ക്രൈമുകളിൽ പലതും ചെയ്തത് യൗവനക്കാരായ ആളുകളായിരുന്നു. നിങ്ങൾ പത്രം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ ക്രൈമുകളാണ് ഇവിടെ നടക്കുന്നതെന്ന്. അതിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ, മധ്യവയസ്സിന് മുകളിൽ പ്രായമുള്ള 1-2 പേരേ ഉള്ളൂ. ഒരു വല്ലാത്ത ക്രിമിനൽ മൈൻഡുള്ള ലോകത്തിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. എൻ്റെ ഓർമ്മയായ കാലഘട്ടത്തിൽ ഇത്രയും ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്തത് എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. വല്ലപ്പോഴുമൊക്കെ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ മാറി ഇന്ന് ഡെയിലി പീഡനത്തിന്റെ കഥകളാണ്. വല്ലപ്പോഴുമൊക്കെ ഒരാളെ കൊന്നു എന്ന് കണ്ണൂരോ കാസർഗോഡോ കേട്ടുകൊണ്ടിരുന്ന കഥ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ അത് സംഭവിക്കാനിടയായി. മാതാപിതാക്കളെ ചുട്ടുകൊല്ലുന്ന മക്കളുടെ കാലഘട്ടം. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായ പെൺകുട്ടിയുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി 3 പേർ ചേർന്ന് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതായിരുന്നു ഇന്നലത്തെ വാർത്ത. ആ പെൺകുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി. മറ്റൊരു വാർത്ത, സ്കൂളിൽ സ്കൂളിനകത്ത്, സ്കൂൾ ബസ്സിനകത്ത് കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്നും വായിക്കാറില്ലേ ബോസ്? വായിക്കാറില്ല, വായിക്കാതിരിക്കുന്നേ നല്ലത്. പക്ഷെ ഞാൻ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നതെന്നൊക്കെ അറിയണമെന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുള്ള ആളാണ്. എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്, സമൂഹം എന്താണ് ചെയ്യുന്നതൊക്കെ ഞാൻ അറിയാൻ ആഗ്രഹമുള്ള ആളായതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചു വായിക്കാറുണ്ട്. വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ തൻ്റെ കാമുകിയെ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് ക്രൂരമായി പീഡിപ്പിച്ച് അവശയായി ആ കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചു പോകും. ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ താമസിക്കുന്ന സൊസൈറ്റിയിലാണ് നീ പറയുന്ന നിന്റെ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ താമസിക്കുന്നത്. അവരുടെ സ്കൂളിൽ ഈ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളോടാണ് അവർ ഇടപഴകുന്നത്. നിങ്ങൾ ഒരു നല്ല പേരന്റ് ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്രിസ്ത്യൻ വാല്യൂസ് ഉള്ളവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ,
നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാതെ നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങളുടെ തിമിരങ്ങളെ മാറ്റിവെച്ച് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി അവരോട് ഇടപഴകുക. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആമേ. ഇപ്പോഴേ ഇതൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സ്തോത്രം. പലരും പല കാര്യങ്ങൾ കമന്റ് ഇടുന്നുണ്ട്. എല്ലാവരും കേൾക്കണം. ഒക്കെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു അരമണിക്കൂർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഈ യൂട്യൂബിനകത്തൊന്ന് വിളിച്ചിരുത്തി, നിങ്ങളുടെ ടിവിക്കകത്തോ ഒന്ന് വിളിച്ചിരുത്തുന്നത് കൊണ്ട് തെറ്റില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ഗുണകരമായി തോന്നും. ആമേൻ. സാധാരണ പാസ്റ്റേഴ്സ് സംസാരിക്കാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ എനിക്കിന്ന് രാത്രി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ആളുകൾ, നമ്മുടെ സഭകളൊന്നും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല. സംസാരിക്കുന്നത് തന്നെ തെറ്റാണ് എന്നാണ് നമ്മുടെ ആളുകൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രിയിൽ? ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ സഭകൾ ഇത് പഠിപ്പിക്കത്തില്ല, നമ്മുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ സംസാരിക്കത്തില്ല. ഒരു മോറൽ വാല്യൂ, ക്രിസ്ത്യൻ മോറൽ വാല്യൂ, ആമേൻ, എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല. അപ്പോൾ ഇപ്പം വന്നവരോട് എൻ്റെ ചോദ്യം, ഇപ്പം വന്നവരൊക്കെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയൊക്കെ ഇത് ഗുണകരമായിരിക്കും. എങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്ത്യൻ വാല്യൂവിൽ വളർത്താൻ പറ്റും? അതാ ഇന്നത്തെ ചിന്ത. ഒത്തിരി പേർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദിച്ചു. ഈ സ്പിരിച്വൽ കവറിംഗ് എന്ന വിഷയം വന്നപ്പോഴാണ് ചോദിച്ചത്, പാസ്റ്റർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ചർച്ചിൽ കൊണ്ടാക്കാമോ എന്നൊക്കെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇന്ന് ഞാൻ രാത്രിയിൽ ഈ ഭാഗങ്ങൾ പറയാൻ. മോറൽ വാല്യൂസ് എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും അറിയത്തില്ല. മോറൽ വാല്യൂസ് പഠിപ്പിക്കുവാൻ നമ്മുടെ പേരൻസിന് എഡ്യൂക്കേഷൻ ഇല്ല. പേരൻസിന് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പേരൻസിങ്ങില് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും ഇതിനകത്ത് പെട്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒത്തിരി പേർ കമന്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ രണ്ട് ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ എനിക്കൊന്ന് സംസാരിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ഇത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിലെ കപട മുഖംമൂടികൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് തുറന്നൊരു കാര്യം സംസാരിക്കാൻ നമ്മുടെ പാസ്റ്റേഴ്സിനും പറ്റുന്നില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ പാസ്റ്ററോട് പോയി പറയാൻ പറ്റും, എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു പാസ്റ്റർ എന്ന്, എനിക്കൊരു പ്രപ്പോസൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഭീഷണിയാ. പിന്നെ കർത്തൃമേശ എന്നൊക്കെ വിലക്കും. പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾ ചർച്ചിൽ പോലും വരത്തില്ല. എന്തുകൊണ്ടോ ഈ മോറൽ വാല്യൂസ് ചർച്ചും ഫാമിലീസും പഠിപ്പിക്കാത്തത് കൊണ്ട് ഒരു അൺബിബ്ലിക്കൽ വേൾഡിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മോറൽ വാല്യൂസ് പഠിക്കുന്നത്. ആമേൻ. അവർക്കറിയത്തില്ല. ബിബ്ലിക്കലി അവരെ ടീച്ച് ചെയ്യാൻ ആളില്ല. ബിബ്ലിക്കലി അവരോട് പറഞ്ഞു കൊടുക്കാൻ പേരൻസിന് പറ്റുന്നില്ല. ഒരു അൺബിബ്ലിക്കൽ വേൾഡിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തവൾ 10ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ 8ാം ക്ലാസ്സിലാണ്. 6 വയസ്സുവരെ അവർ ചോദിച്ച ചോദ്യങ്ങളല്ല 13ാമത്തെ വയസ്സിൽ അവർ ചോദിച്ചു തുടങ്ങിയത്. 6 വയസ്സുവരെ അവർ ചോദിച്ച ചോദ്യങ്ങളല്ല 15ാം വയസ്സിൽ അവർ ചോദിക്കാൻ ഉത്സാഹിക്കുന്നതും നമ്മളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. 6 വയസ്സുകാരിൽ ചോദിച്ചത് ഒരു ലോലിപോപ്പ് വേണം ഡാഡി, ഒരു സിപ്പപ്പ് വേണം ഡാഡി, ഇതിനപ്പുറമൊന്നും ചോദിക്കാൻ അവർക്കില്ലായിരുന്നു. പക്ഷെ 13 വയസ്സുകാരന്റെ ചോദ്യം അതല്ല, എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാമോ? സിനിമ കാണുന്നത് തെറ്റാണ്. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ എല്ലാം കൂടെ തോക്കെടുത്തോണ്ട് വരും. കുഴപ്പമില്ല, തോക്കെടുത്തോണ്ട് വന്നു. എടാ പാസ്റ്ററെ, നിന്റെ ധാരണ നിന്റെ കുഞ്ഞുങ്ങൾ സിനിമ കാണുന്നില്ല. ഇതൊക്കെ നിന്റെ പൊട്ടബുദ്ധിയാ. നീ കണ്ടില്ലല്ലോ, നിന്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ സിനിമ കാണുന്നുണ്ട്. ആവശ്യമുള്ളതും കാണുന്നുണ്ട്, ആവശ്യമില്ലാത്തതും കാണുന്നുണ്ട്. ഈ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെ വേദവസ്തുതി കുരിഞ്ഞു കിടക്കാതെ കണ്ണു തുറന്ന് ചുറ്റുപാടിൽ നോക്കി നിന്റെ കുഞ്ഞുങ്ങളെ ബിബ്ലിക്കൽ വാല്യൂസ് പഠിപ്പിക്കാൻ നീ തയ്യാറാകണം. സ്തോത്രം. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. നമുക്കിത് പറ്റുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ ചോദ്യമാണ്,
എൻ്റെ കുഞ്ഞുങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ സമൂഹത്തിന്റെ ചോദ്യമായിട്ടാണ് ഞാനിത് എടുക്കുന്നത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോൾ ആരാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ടീനേജ് പിള്ളേരിലൊക്കെ കേട്ടു, നിങ്ങൾ ഒരു ദിവസം, നിങ്ങൾ ഒരു വർഷം 2024 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അതിനകത്ത് ഇച്ചിരി ഹാർഡായ പ്രായമെന്ന് പറയുന്നത് ഈ ടീനേജ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പ്രയാസമാണ്. ഒരു 13 വയസ്സ് കഴിയുമ്പോൾ അപ്പോഴാണ് ഈ പിള്ളേർക്ക് സൗന്ദര്യ ബോധമൊക്കെ ഉണ്ടാകുന്നത്. അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ മുഖക്കുരു വരുന്നു, പിന്നെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് സൗന്ദര്യമില്ലെന്നൊരു തോന്നൽ വരുന്നു, ഞാൻ സുന്ദരനല്ല സുന്ദരി അല്ല എന്നൊരു ചിന്ത വരുന്നു. അവിടെ തുടങ്ങും അവന്റെ പ്രശ്നങ്ങൾ. അപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു ബുള്ളിങ് ഉണ്ട്, എടി കറമ്പി, എടി കോന്തപ്പല്ലി, എടാ കോന്തപ്പല്ല. ഇതൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവന്റെ അകത്തെ ആദ്യത്തെ അണുബോംബ് പൊട്ടിക്കഴിഞ്ഞു. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ? ഞാനും കേട്ടതാ ജോയെ. ഞാന് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് വണ്ണമില്ല, എനിക്കിങ്ങനെ പെൻസിൽ പോലിരിക്കും. പെൻസിൽ പോലിരിക്കുന്ന എനിക്ക് എന്നോട് തന്നെ അസ്വസ്ഥതയാണ്. എനിക്ക് എന്നോട് തന്നെ നെഞ്ചുമൊക്കെ കൂടുകൂട്ടി. അപ്പൊ ഈ ക്ലാസ്സില് കൂട്ടുകാരുടെ ഈ ബുള്ളിങ്ങിനകത്തൊക്കെ ഞാനും പെട്ടുപോയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ഞങ്ങളുടെ രീതി ഇത് തിരിച്ചു പറയാൻ അറിയാം. തിരിച്ചു പറയാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് തിരിച്ചു പറയാനും അറിയത്തില്ല. ചിലതൊക്കെ തിരിച്ചു പറയും, ചിലത് അനോയ്യപ്പുള്ള ആൾക്കാർക്ക് തിരിച്ചു പറയും. സ്വത്രം പറയണോടാ മോനെ, ധൈര്യമായിട്ട് നിൽക്കണോടാ. സ്വത്രം മനസ്സിലാ? ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ, ചങ്കൂറ്റത്തോടെ നിർത്താൻ നീ പഠിക്കണം. അപ്പൊ നിങ്ങളൊരു 100 ലെസൺ പഠിച്ചെന്നിരിക്കട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പൊ ഈ ടീനേജ് പ്രായം എന്ന് പറയുമ്പോൾ ഈ 13 മുതൽ 14, 15, 16, 17, 18 കൊണ്ടും തീരത്തില്ല. 22 ആവും, ഇച്ചിറയൊക്കെ ഒന്ന് പക്വതയാവും. ഈ 13 മുതൽ 22 വരെയുള്ള പ്രായത്തിലാണ് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ ദിവസം. അവൻ കയറിപ്പോകുന്ന സംഘർഷങ്ങൾ ആർക്കും മനസ്സിലാകത്തില്ല, പിടിയിട്ടത്തില്ല. ഇത് എവിടെ കൊണ്ടൊന്ന് തുറന്നു വെക്കും? ചർച്ചിലെ പാസ്റ്ററോട് പറയാൻ പറ്റത്തില്ല. പാസ്റ്ററോട് പറഞ്ഞാൽ പിന്നെ പാസ്റ്റർ ആ കണ്ണിലാണ് ആ കുഞ്ഞിനെ കാണുന്നത്. ഇനി വീട്ടിൽ പറയാൻ പറ്റും, വീട്ടിലും പറയാൻ പറ്റും. ഇത് എവിടെ പോയി ഈ കുഞ്ഞ് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യും? മടങ്ങി വരാം. അപ്പൊ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം എൻ്റെ മോളെ തന്നെ ഉദാഹരണം എടുക്കുക. അവളുടെ പേര് അബിയായ. അവളൊരു 100 ലെസൺ പുതുതായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, 100 ലെസൺ പുതുതായി അവൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 60 ലെസണും അവൾ പഠിച്ചത് കൂട്ടുകാരിൽ നിന്നാണ്. എവിടുന്ന്? കൂട്ടുകാരിൽ നിന്ന്. അൺഎക്സ്പീരിയൻസ്ഡ് ആയ, ഒരു പരിചയമില്ലാത്ത കൂട്ടുകാരിൽ നിന്നാണ് ഇതെല്ലാം കേട്ടത്. അതിനകത്ത് ഒരു 20% ചിലപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ സാധ്യതയുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കാൻ. പിന്നെ 60, 20, 80. പിന്നെ അടുത്തൊരു 20 സാധനം ഇവർ വീട്ടുകാരോടും പറയാതെ, കൂട്ടുകാരോടും പറയാതെ ഇവരുടെ സ്വന്തം എക്സ്പെരിമെന്റുകളാണ്. അത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. എന്തോ അവരുടെ എക്സ്പെരിമെന്റ് എന്ന്, പരീക്ഷണങ്ങൾ. അങ്ങനെ പഠിച്ച 100 കാര്യങ്ങൾ. അപ്പൊ ഏറ്റവും അധികം പഠിച്ച എവിടുന്ന? അവളുടെ സമപ്രായക്കാരായ, അവളുടെ സമപ്രായമുള്ള ആളുകളിൽ നിന്നാണ് ഈ 60 ലെസൺ പഠിച്ചിരിക്കുന്നത്. ഈ 60 ലെസൺ അവരെവിടുന്ന പഠിച്ച്? അവരെ പോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചു. അവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, യാതൊരു. അപ്പൊ 20% കാര്യങ്ങളാണ് ഒരു പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള വീട്ടിലെ പേരൻസിൽ നിന്നും അവർ പഠിച്ചിരിക്കുന്നത്. അതവർക്ക് താല്പര്യവുമില്ല, താല്പര്യവുമില്ല. പിന്നെ 20% സാധനങ്ങളാണ് ഇവരുടെ സ്വന്തം എക്സ്പെരിമെന്റ്. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും?
അപ്പൊ ഇതിനെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഈ ദിവസങ്ങളിൽ ചർച്ച് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചർച്ച് ഒരു ഭയങ്കര ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നോട് വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു, പാസ്റ്ററെ ഞാൻ കേൾക്കുന്നു പാസ്റ്റർമാരുടെ മക്കളൊക്കെ സിനിമ കാണാൻ പോകുന്നു. അത് നീ ഇപ്പോഴാണോ കേട്ടെ? എടാ പൊട്ട, നീ ഇപ്പോഴാണോ അത് കേട്ടെ? സ്തോത്രം. അതോ നീ കേട്ടില്ലെന്ന് നടിച്ചാണോ നീ? എത്രയോ കൊല്ലം ഇവരൊക്കെ സിനിമ കാണാൻ പോയി തുടങ്ങിയിട്ട്, പാസ്റ്റർമാർ ഉൾപ്പെടെ കാണാൻ പോയിട്ട് എത്ര കൊള്ളാന്നറിയാം എനിക്ക്. അപ്പൊ നീ കേരളത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? ഈ മൊബൈലിനകത്ത് എന്തെല്ലാം കാണാൻ പറ്റും നിനക്കറിയോ? സിനിമ കാണാൻ പോയി കുഞ്ഞുങ്ങള്, കാണാൻ പോയി, എന്ത് ചെയ്യാൻ പറ്റും? ചർച്ചയിൽ നിന്ന് മുടക്കെങ്കിൽ എല്ലാത്തിനെയും മുടക്കിക്കോ. നീ മാത്രമേ കാണത്തുള്ളൂ സഭയ്ക്കകത്ത്, നീ മാത്രമേ കാണത്തുള്ളൂ. ഈ മുടക്കെന്നുള്ള വിഷയത്തെ ചിന്തി വിട്ടിട്ട് ഇതുങ്ങളെ എങ്ങനെ കർത്താവിൽ നേടാമെന്നൊന്ന് ചിന്തിക്കുക. ഇവർക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ ആർക്ക് പറ്റുമെന്നൊന്ന് ചിന്തിക്കുക. സ്തോത്രം. ഇപ്പോൾ ഒരു മോഡേൺ ഫിലോസഫി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളിലെ മോഡേൺ ഫിലോസഫി, നിനക്ക് ശരിയാണെങ്കിൽ, നിനക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ എന്തോ ബോസേ നീ ചെയ്തോ. അപ്പൻ അതൊക്കെ പറയും, അമ്മ അതൊക്കെ പറയും. പാസ്റ്റർമാർക്ക് ഒരു പണിയില്ല, എമ്മാരുടെ പരിപാടി ഇത് തന്നെയാണ്. നിനക്ക് ശരിയാണോ നീ ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ ടീനേജ് പിള്ളേർക്കിടയിലെ മോഡേൺ ഫിലോസഫി. ഇത് പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, നമ്മുടെ കൊച്ചു ചാത്തന്നൂരിലുണ്ട്, നമ്മുടെ ചർച്ചിനകത്തുള്ള കുഞ്ഞുങ്ങൾക്കിടയിലും ഈ കാര്യമുണ്ട്. എന്താണ് നിങ്ങൾക്ക് ശരി? ചെയ്തോ. നിനക്ക് സിഗരറ്റ് വലിക്കണോ? വലിച്ചോ. നിനക്ക് കഞ്ചാവ് അടിക്കണോ? അടിച്ചോ. നിനക്കൊരു ബോയ് ഫ്രണ്ട് വേണോ വെച്ചോ. നിനക്ക് ഗേൾ ഫ്രണ്ട് വേണോ? വെച്ചോ. നിനക്കെന്താ ശരി? നാട്ടുകാരതെല്ലാം പറയും. ഇങ്ങനെ ഒരു വാല്യൂ സിസ്റ്റത്തിന്റെ അകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി നിങ്ങൾ? അമ്മേ, അപ്പൊ അവരുടെ ശരികളും അവർക്ക് അവരുടെ ശരികളുണ്ടല്ലോ, അവർക്ക് അവരുടെ തെറ്റുകളുണ്ട്. അപ്പൊ ചിലർക്ക് ചിലത് തെറ്റാണെന്ന് തോന്നും. അവരവർ തന്നെ വരച്ചിട്ടിരിക്കുന്ന മോറൽ ബൗണ്ടറീസ്. അമ്മേ, നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല, നമ്മളുടെ ഈ മോറൽ സ്റ്റാൻഡേർഡിന്റെ സ്കെയില് ഒത്തിരി താണ് കിടക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ മനസ്സിലായില്ലേ? മോറൽ സ്റ്റാൻഡേർഡിന്റെ സ്കെയില് ഒരുപാട് താന്ന് കിടക്കുക. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും കാണത്തില്ല. എൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ, ഞങ്ങളെ ആ സ്കൂൾ ഗ്രൂപ്പുണ്ട്. ഇന്നും ഞങ്ങളിങ്ങനെ ഞങ്ങളുടെയൊക്കെ തമാശ ഓൾഡ് തമാശ. 25 വർഷം പഴക്കമുള്ള, 30 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ ആ കൂട്ടത്തിൽ പോലീസുകാരുണ്ട്, ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. പാസ്റ്ററായിട്ട് ഞാൻ മാത്രമേ പാസ്റ്ററായിട്ടുള്ളൂ. എങ്കിലും ഐ ലൈക്ക് ദാറ്റ് ഗ്രൂപ്പ്. ഞാൻ ആ ഗ്രൂപ്പിനെ ഇഷ്ടപ്പെടുന്നു. കാര്യം അത് എനിക്ക് തരേണ്ട ഒരു സ്പേസ് അവർ തന്നിട്ടുണ്ട്, ഞാൻ അവർക്ക് കൊടുക്കേണ്ട ഒരു സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് ഒളിച്ചോടി ജീവിക്കാൻ ഒക്കത്തില്ല. ഞാൻ അതിവിശുദ്ധനാണെന്ന് പറഞ്ഞ് എനിക്ക് അവർ ഒളിച്ചോടാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ഡിസംബർ 21 തീയതി ആ സ്കൂൾ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളെയും ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു. ഞങ്ങൾ അവരുടെ കൂടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്തു. ഇവരാരും വിശ്വാസികളല്ല. അതിനകത്ത് ഒരു തീവ്ര ഹിന്ദു ആയ സഹോദരി പറഞ്ഞു, നീ എന്തോടെ ഈ കലബല പറയുന്നത്? ഇങ്ങനെ നീ എന്തോടെ ഈ കലബല പറയുന്നത് മൈക്കിനകത്തെടുത്ത്? അത് പറയാനുള്ള സ്വാതന്ത്ര്യം എന്നോടുണ്ട്, അത് കേൾക്കാനുള്ള ഒരു ആത്മീക ബോധവും എനിക്കുണ്ട്. ഞങ്ങളാരും ഒഫൻഡഡ് ആവുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ആ ഗ്രൂപ്പിലെ തമാശകൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളിൽ ചിലർ തന്നെ പറയും, നമുക്കിപ്പം സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു, നമുക്ക് ഇപ്പം സ്കൂളിൽ പഠിച്ചാൽ. കാര്യം ഞങ്ങളുടെ ടീച്ചർമാരൊന്നും ഞങ്ങളോട് കൂടെ ഡാൻസ് കളിച്ചിട്ടില്ല. ഞങ്ങളുടെ ടീച്ചർമാരാരും
ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ടില്ല. ഞങ്ങളുടെ ടീച്ചർമാരെന്ന് പറയുന്നത് ചൂരൽ വടിയുമായിട്ട് അടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ടീച്ചർമാർ. ഇന്നത്തെ ടീച്ചർമാരും പിള്ളേരും എന്നെ രസവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു സ്കൂളിലെ ഒരു 4-5 അധ്യാപികമാർ നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നെവമോളെ പോലൊരു മോള് പോയിട്ട് ആ ടീച്ചർമാരുടെ മുമ്പിൽ കിടന്ന് അടിപൊളി ഡാൻസ് എന്ന് പറഞ്ഞ അടിപൊളി ഡാൻസ്. ഇത് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ വന്നത്. എനിക്ക് സ്റ്റെപ്പ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പൊടിക്കുഞ്ഞ് സാറിന്റെ മുഖം വരുമ്പോ ഞാൻ ഓടും. നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ലയോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു തമാശ എൻ്റെ ടീച്ചറിനോട് പറയണോ, പക്ഷെ നടക്കത്തില്ല. അപ്പം എല്ലാ വാല്യൂ സിസ്റ്റവും മാറി. ഞാൻ പഠിച്ച സിസ്റ്റത്തിലല്ല എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നേ. എന്നെ കൂടെ ഉണ്ടോ? ഇനി നാളെ അജോയുടെയും ബോസിനെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടെ വേറൊരു ലൈഫായിരിക്കും മക്കളെ. ഈ മോറൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒത്തിരി താഴെ പോയി, ഒരുപാട് താഴെ പോയി. സ്കെയില് താഴെ വന്ന് കിടക്കുക. ഞാൻ ആരെയും ഒന്നിനും വിമർശിക്കുന്നില്ല. ലോകം വളരുന്നു, അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നു. ലോകം എല്ലാവരും ലോകം ഇത്ര ചെറുതായിരുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ആയിരുന്നു. നമ്മളിപ്പോ ന്യൂസിലൻഡിൽ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ബോസ് പറയും, എനിക്കറിയാം. പണ്ട് ന്യൂസിലൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലെയിൻ കയറി പോയി ചിന്തിക്കണം. പണ്ട് നമുക്ക് അമേരിക്ക എന്ന് പറയുമ്പോൾ, എന്റെ ചെറുപ്പത്തിൽ അമേരിക്ക എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പ്ലെയിൻ കയറിയിട്ട് വേണം അമേരിക്കയിൽ പോയി അമേരിക്കയിലെ കാര്യം ചിന്തിക്കാൻ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അമേരിക്ക എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ആളെ എനിക്കറിയാം. ലോകം വളരെ ചെറുതാണ്, വളരെ ചെറുതാണ് ലോകം. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? നാളെ ഇതെല്ലാം കുറയുമെന്നാണോ? നാളെ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ എടുക്കാൻ ഒരു റോബോട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്ന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. രാവിലെ റൈസം പാസ്റ്റർ വീട്ടിലൊരു റോബോട്ട് വരുന്നു, അബിയയ്ക്കും ഷാലോമിനും ട്യൂഷൻ എടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വികാരമില്ലാത്ത ചിലതിനോടൊക്കെ ഇടപെടാൻ വേണ്ടി നീ റെഡി ആയിക്കോണം. സ്തോത്രം. ഓക്കെ, മടങ്ങി വരാം. എൻ്റെ കൂടെ ഇന്ന് രാത്രി നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ചേർന്ന് എന്നെ കേൾക്കുക. അപ്പൊ ഈ മോറൽ സ്റ്റാൻഡേർഡ് വളരെ താഴെ പോയി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരാള് ഡ്രസ്സ് ഇടുന്ന പോലാണ് ഇപ്പം ഡ്രസ്സ് ഇടുന്നത്? ഒരിക്കലും ഒരിക്കലും. ഞാൻ ഓർക്കുന്നു, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് MG റോഡിൽ പോകാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ബാംഗ്ലൂരിൽ MG റോഡിൽ പോകും. ബൈബിൾ സ്കൂൾ സ്റ്റുഡൻ്റ് ഒക്കെയാണ്. എന്തിനാ MG റോഡിൽ പോകുമ്പോൾ മോഡേൺ വസ്ത്രം ധരിച്ച ആളുകളെയൊക്കെ കാണാം. ഇതൊക്കെ പറയാനുള്ള തൻ്റെ ഇവിടെ ഒന്നും ആർക്കും ഇല്ലട അവസ്ഥ. ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാർ പാച്ചറമാർക്കൊക്കെ ഉണ്ടെന്ന് പൊളിഞ്ഞു പോകും, ഏണ്ടൊക്കെ അങ്ങ് പോവും. സ്തോത്രം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല. ഇനി അതിനകത്ത് യാതൊരു ധൈര്യമുണ്ട്, ഭയങ്കര ധൈര്യം. അതിനകത്ത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നതാ പറഞ്ഞേക്കുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്താണ് ഇങ്ങനെ മോഡേൺ ഡ്രസ്സിങ് ഒക്കെ നടത്തിയത്. ഇപ്പൊ ചാത്തനും ഇറങ്ങി നമ്മുടെ എബേസിന്റെ കണ്ട ഫ്രണ്ട് നിന്നാൽ മതി, അതിനേക്കാളും മോഡേൺ വസ്ത്രം ധരിച്ച ആൾക്കാരെ ഇവിടെ കാണും. മോറൽ സ്റ്റാൻഡേർഡ് താഴേക്ക് വയ്ക്കുകയാണ്. അതന്നൊരു വിഷയമായിരുന്നു, ഇന്നതൊരു വിഷയമല്ല. ഇന്നതൊരു നാളെ ഇനി ഇതിനേക്കാളും താഴേക്ക് പോകും. ആമേൻ. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോടും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും നിങ്ങളുടെ പേരൻസിനോടും എല്ലാം പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ കാര്യം, എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം, നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്നുള്ള മോഡേൺ ഫിലോസഫിയിൽ ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ള കാര്യം, നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വേണ്ടി പറ്റത്തില്ല. നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. നിനക്കൊരു ദൈവ പൈതലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ലോകം എങ്ങനെയൊക്കെ ഓടിയാലും നിന്റെ ലൈഫിൽ ഒരു ബിബ്ലിക്കൽ മോറൽ കോമ്പസ് കാണും. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വിശദീകരിക്കാം. കണ്ടിട്ടില്ലേ വടക്ക് നോക്കി യന്ത്രം? ബോസ് കണ്ടിട്ടുണ്ടോ?
വടക്ക് നോക്കി യന്ത്രത്തിന്റെ സൂചി എങ്ങനെയൊക്കെല്ലാം നീ ആ സ്ഥാനം തിരിച്ചാലും വീണ്ടും തിരിച്ചിങ്ങനെ വന്നിരിക്കും. എവിടെയൊക്കെ തലകുത്തി പിടിച്ചാലും ആ സാധനം തിരിഞ്ഞിവിടെ നിൽക്കും. അതൊരു കോമ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത് അത് വടക്കിനെ നോക്കിയേ നിൽക്കത്തുള്ളൂ. അത് ആഫ്രിക്കയെ കൊണ്ടുവച്ചാലും അന്റാർട്ടിക്കയെ കൊണ്ടുവച്ചാലും ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടാലും ആമേൻ എന്താ പറയുന്നേ, ആമേൻ സമുദ്രത്തിന്റെ അറ്റത്തു പോയി നീ പാർത്താലും ഷിപ്പുകളെ നിയന്ത്രിക്കുന്ന വടക്ക് നോക്കി യന്ത്രങ്ങൾ പോലെ. വിമാനത്തിന്റെ കോക്പിറ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണും അവിടെ ഒരു കോമ്പസ് ഉണ്ട്. അതിന്റെ തെക്കും വടക്കും കാണിക്കുന്ന ഒരു കോമ്പസ്. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ അഡ്വൈസ്, ലോകം എങ്ങനെ ഓടിയാലും, നിന്റെ സ്കൂൾ എങ്ങനെ ഓടിയാലും, നിന്റെ കൂട്ടുകാർ എങ്ങനെ ഓടിയാലും, നിന്റെ ലൈഫ് ഒരു ബിബ്ലിക്കൽ കോമ്പസിൽ സെറ്റ് ചെയ്യാൻ നീ ആദ്യം പഠിക്കുക. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ച്. എന്റെ കൂട്ടുകാരി അങ്ങനെയാണ്, പക്ഷെ നീ പറ എന്റെ ബൈബിൾ ഇങ്ങനെയാണ്. എന്റെ കൂട്ടുകാരൻ അങ്ങനെയാണ് അങ്കിൾ, പക്ഷെ എന്റെ ബൈബിൾ ഇങ്ങനെയാണ്. ജീസസ്. പ്രാർത്ഥിച്ച് ആരോഗ്യമോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവത്തോട് നട്ടോ. ഞങ്ങളുടെ സ്കൂളിന്റെ കൾച്ചർ അങ്ങനെയാണ്, ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ കൾച്ചർ അങ്ങനെയാണ്, പക്ഷെ കം ബാക്ക്, ബൈബിളിന്റെ കൾച്ചർ ഇതാണ്. എത്ര പേര് രാത്രി ഒന്ന് പറയും, കർത്താവേ ഒരു ബിബ്ലിക്കൽ കോമ്പസിൽ എൻ്റെ ലൈഫിനെ സെറ്റ് ചെയ്യാൻ ഒരു അഭിഷേകം എനിക്ക് തരണം എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ആമേൻ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്. ആമേൻ. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഈ അസാധാരണമായ കാര്യങ്ങളൊക്കെ വളരെ സാധാരണമായിട്ടാണ് ചിന്തിക്കുന്നത്. എത്ര ലളിതമായിട്ട് 9ാം ക്ലാസ്സുകാരിയും 10ാം ക്ലാസ്സുകാരിയും അബോർഷനെ കുറിച്ച് പറയുന്നത് അറിയാം. എന്നോട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ എനിക്ക് സ്കൂളിൽ നിന്നൊരു പ്രൊപ്പോസൽ വന്നു. എത്രാം ക്ലാസ്സാ? ഞാൻ പ്രൊപ്പോസൽ എന്ന് കേട്ടത് എന്നാ പീറ്ററെ പ്രൊപ്പോസൽ എന്ന് പീറ്റർ കേട്ടെ? അത് ചോദിക്കുന്നാടാ പ്രൊപ്പോസൽ വന്ന്? പോലെ ഞാൻ പ്രൊപ്പോസൽ എന്ന് കേട്ടത്, എനിക്ക് തോന്നുന്നു പല അങ്കിൾമാരുടെയും കസിൻസിന്റെ ഒക്കെ കല്യാണം നടക്കുമ്പോൾ നമുക്ക് ഈ കൊച്ചു പ്രായമേ ഉള്ളൂ, നെവന്റെ ഒക്കെ പ്രായമുള്ളൂ. അപ്പൊ നമുക്കിതൊന്നും അറിയത്തില്ല. അമ്മേ, നമുക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ അമ്മേ, എനിക്ക് തോന്നുന്നു എൻ്റെ അങ്കിളിൻ്റെയോ ആൻറ്റിയുടെയോ ഏതോ ഒരു അങ്കിളിൻ്റെ കല്യാണത്തിന് ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഗൾഫിൽ നിന്ന് അദ്ദേഹം 28ഓ 29ഓ വയസ്സിന് അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ ഒരു ബ്രോക്കർ കക്ഷത്തിൽ ഒരു ബാഗും വെച്ച്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 5ഓ 6ഓ ഫോട്ടോസ്. ഞാൻ അവിടെ ഇരുന്ന് എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. ഞാൻ അവിടെ പോയിടാന്ന് പറഞ്ഞു. നീ കാണേണ്ട അവിടെ പോയിടാ, അങ്ങനെ അവിടെ പോയിരുന്നത്. എങ്കിലും എങ്ങനെ നമുക്കറിയത് ഏതാണ് സാധനവും നമുക്കറിയാം. 10ാം ക്ലാസ്സിലാണ് പഠിക്കുക, എന്തോന്നും നമുക്കറിയാം, ഏതാണ്ടൊരു സാധനം. ഇങ്ങനെ ചിന്തിച്ച എന്നോടിപ്പോ 7ാം ക്ലാസ്സിൽ വന്ന് പറയുകയാണ്, എനിക്കൊരു പ്രൊപ്പോസൽ ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ? നിങ്ങൾ ചിന്തിക്കരുത് ബാംഗ്ലൂരിലെ കാര്യമാണ്, ചാത്തന്നൂരിലെ കാര്യമാണ് പറയുന്നത്. അമ്മമാരെല്ലാം കൂടെ കണ്ണടച്ചിരുന്നു. പ്രൊപ്പോസൽ ഉണ്ടെങ്കിൽ ഞാന് കഴുത്തെ പിടിച്ച് ഞെക്കാനെന്ന് പോയി. ഞാൻ ഒറ്റ ചിരി അവരുടെ കല്യാണം ഉടനെ നിശ്ചയിക്കൂ. ഞാനിങ്ങനെ വെച്ച കല്യാണം ഉടനെ നിശ്ചയിക്കുവോ? എനിക്ക് ഈ മാസം ഒന്നും ഡേറ്റ് ഇല്ല. എനിക്കിനെ പറഞ്ഞു, എനിക്ക് ഈ മാസം ഒന്നും ഡേറ്റ് ഇല്ല, എനിക്ക് ഡിസംബർ കഴിഞ്ഞിട്ട് ഡേറ്റ് ഉള്ളൂ. എവളും ഇങ്ങനെ വലിയ കാര്യം പറയാൻ എവളും എന്റെ ഒറ്റ ചിരി, അടിപൊളി ഒരു ചിരി.
നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? ഇത് 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 ക്രൂരമായ കടിച്ചു കീറലിന്റെ സംസാരമല്ല. വളരെ രസകരമായിട്ട് 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് ചമ്മീന്ന് എൻ്റെ അടുത്ത് പറയാം, ചമ്മി പോയെന്ന്. എൻ്റെ അടുത്ത് പറയാ ചമ്മി പോയ. ഞാൻ പിന്നെ കണ്ടിടേ എന്തുവായി പ്രപ്പോസല്? ഓ, അവൻ വേറെ പോയെന്ന്. എനിക്കത് സെറ്റാകത്തില്ല. ഇത് ആരോട് പറയുന്ന നമ്മള്? ഇനി ആ പേരന്റിനോട് കൂടെ പറഞ്ഞെന്നിരിക്കട്ടെ, ഈ വിഷയം ഞാൻ പേര് പറഞ്ഞ് ഈ പേരന്റിനോട് പറഞ്ഞ നാളെ ഇവിടെ കൊലപാതകം നടക്കും. സ്വതന്ത്രം. ഞാനൊരു പാസ്റ്ററാണ് മോനെ. ഞാൻ ഈ കാര്യങ്ങൾ കേൾക്കേണ്ട ബാധ്യസ്ഥതയുള്ള ആളാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആര് പറഞ്ഞു കൊടുക്കും? ഞാൻ ഇതിൽ നിന്നും ഒളിച്ചോടി വെള്ളയും ഇട്ട് സ്വോത്രം 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 എന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ എവിടെ പോയി രക്ഷപ്പെടും? ഞാൻ എപ്പോഴെങ്കിലും പിള്ളേരൊക്കെ ഇരുത്തി സംസാരിക്കണം പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷെ ഇന്നലത്തെ നമ്മുടെ സ്പിരിച്വൽ കവറിങ് വന്നപ്പോഴത്തേന് പേരൻസിന്റെ തിരക്ക് കൂടി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി റിവൈവൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ സാധനം നടക്കത്തില്ല, എമർജൻസി ആയിട്ട് അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ബിബ്ലിക്കൽ കോമ്പസിൽ നിന്റെ ലൈഫിനെ സെറ്റ് ചെയ്യുക. ഒരു കുഞ്ഞ് ബിബ്ലിക്കൽ കോമ്പസിൽ അവന്റെ ലൈഫിനെ സെറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അവന്റെ ഫാമിലിയാണ്, ആ കുഞ്ഞിന്റെ പേരൻസ് ആണ്. ആരെയും കുറ്റം പറഞ്ഞ കാര്യം, പാസ്റ്ററെ കുറ്റം പറയാൻ പാടില്ല, സഭയെ കുറ്റം പറയാൻ പാടില്ല, സ്കൂളിനെ കുറ്റം പറയാൻ പാടില്ല. ആദ്യം കുറ്റം പറയാനുള്ളത് പേരൻസിനെയാണ്. ആമേൻ. കാരണം ഞാൻ കണ്ട, എന്നോട് സംസാരിച്ച കുഞ്ഞുങ്ങളിൽ അവർക്ക് ഏറ്റവും ഈ ദിവസങ്ങളിൽ ലാക്കിംഗ് ആയിട്ടുള്ളത് ഫുഡല്ല. ഒരാളുടെയും വീട്ടിൽ കപ്പയും മീൻകറിയും ഇല്ല. എല്ലാവരുടെയും വീട്ടിൽ KFC, ബർഗർ കിങ്, സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഫുഡിന് ക്ഷാമമില്ല, ഡ്രസ്സിന് ഒരു ക്ഷാമവും ഇല്ല. എൻ്റെ സ്കൂൾ പഠനത്തിൽ എനിക്ക് ഡ്രസ്സിന് ക്ഷാമം ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഡ്രസ്സിന് ക്ഷാമമില്ല. ഒരു 2000 രൂപയുടെ ടീഷർട്ട് എന്നൊക്കെ പറയുന്നത് എനിക്കൊരു 15 വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ആമേൻ. പലപ്പോഴും നമുക്ക് ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചിരുന്ന ടീഷർട്ടൊക്കെ ഇട്ട് ശാലവും മണ്ണിക്കടാ, ഞാൻ പറയടാ ഇത് വില കൂടിയ സാധനമാണ്, ഈ വില എന്താന്ന് പോലും അവനറിയത്തില്ല. അബിയയ്ക്ക് അറിയത്തില്ല. എന്നോട് സംസാരിച്ച 90% കുഞ്ഞുങ്ങളും മിസ് ചെയ്യുന്ന ഏക കാര്യം കോൺവെർസേഷൻ, സംസാരം അവരുടെ വീട്ടിലില്ല എന്നുള്ളതാണ്. അവരുടെ വീട്ടിലെ ആളുകൾക്ക് സംസാരിക്കാൻ സമയമില്ല. ഫുഡുണ്ട്, ആഹാരമുണ്ട്, ട്യൂഷനുണ്ട്, സ്കൂളുണ്ട്, സംസാരിക്കാൻ സമയമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി? നിങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ കാരണം അബിയെയും ശാലോമിൻ്റെ ഒക്കെ നേച്ചർ നിങ്ങൾക്ക് കാണാം. അവർക്ക് എന്നോട് എപ്പോഴും സംസാരിക്കണം. എപ്പോഴും സംസാരിക്കണം. അവസരം കിട്ടുമ്പോഴെല്ലാം സംസാരിക്കണം. ഞാനാണെങ്കിൽ എൻ്റെ ബോസ് ഈ പ്രഷറും തിരക്കും, റിവൈവൽ ഒരു വശത്ത്, കോടതി അതൊരു വിഷയത്ത്, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ 10 കണക്കിന് ചിന്താഭാരം ഒരു വശത്ത്, ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ ടയർഡായിട്ടിരിക്കുമ്പോഴാണ് ഡാഡി സുഖാണോ, അവളുടെ സംസാരം, അവളുടെ അബിയുടെ സംസാരം. ഞാൻ പറയും എൻ്റെ അപ്പോ അബി ഒന്നും മിണ്ടാതെ പോവാ, നീ ഒന്ന് ഒതുങ്ങ, ഒന്ന് പോയേ, അലക്കാതെ പോയേ. ഇതെന്റെ വീട്ടിലും സംഭവിച്ചിട്ടുണ്ട്. ഒരു സമയമായപ്പോൾ പരിശുദ്ധാത്മനോട് ചോദിച്ചു, നിന്റെ കുഞ്ഞാരോട് സംസാരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്?
നിന്റെ കുഞ്ഞ് റോഡിൽ നിന്ന് ഓട്ടോറിക്ഷക്കാരനോട് സംസാരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. നിന്റെ കുഞ്ഞിനെ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകുന്ന ആ ഡ്രൈവറോടും കണ്ടക്ടറോടും സംസാരിക്കണമെന്നോ നീ ആഗ്രഹിക്കുന്നത്? നിന്റെ കുഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു 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 ബംഗാളിയോട് സംസാരിക്കണമെന്നോ നീ ആഗ്രഹിക്കുന്നത്? നിന്റെ കുഞ്ഞ് ആരോട് സംസാരിക്കണമെന്നോ നീ ആഗ്രഹിക്കുന്നത്? നമുക്കൊന്നിനും സമയമില്ല. നമ്മുടെ ധാരണ നമ്മുടെ പിള്ളേരങ്ങ് വളർന്നോളുന്നു, കുറച്ച് കപ്പയും പുഴുക്കും കൊടുത്താൽ വളർന്നോളുന്നു. കപ്പയും പുഴുക്കും കൊടുത്ത് വളർന്ന ആടും മാടും പന്നിയും കോഴിയും അല്ലത്. സ്വത്രം എനിക്ക് സെയിം ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണിത്. ശാലവും ഞാനുമായിട്ട് പോയി കണ്ട മിക്കവാറും വഴക്ക്. ഇത് എൻ്റെ വീട്ടിലെയും പ്രശ്നങ്ങളാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മൾ എൻ്റെ പൊന്നു ശാലോമൊന്നും മിണ്ടാതിരിക്കാവോ, നീ ഒന്ന് അലയ്ക്കാതിരിക്കുക, എനിക്കൊന്ന് സ്വസ്ഥത തരാവോ? ഞാൻ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ ഞാൻ അസ്വസ്ഥരാകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സംസാരിക്കാതിരിക്കുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റും. എന്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി? നിങ്ങൾ അവരോട് സംസാരിക്കണം. മനസ്സ് തുറന്നവരോട് സംസാരിക്കണം. ഹൃദയം തുറന്നവരോട് സംസാരിക്കണം. കാരണം അവർ ഒരു ബ്രോക്കൺ വേൾഡിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവർക്ക് നിന്നിൽ നിന്നും ഒത്തിരി കേൾക്കാൻ ആഗ്രഹമുണ്ട്. അവർക്ക് നിന്നിൽ നിന്നും ഒത്തിരി ഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. അവർക്ക് വേറെ ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല. സ്കൂളിൽ പോയി കണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആരുടെ പേര്? സ്കൂൾ ബസ്സിൽ കേട്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാമായിട്ട് കുഞ്ഞ് സംസാരിക്കാൻ വന്നിരിക്കുകയാണ് നിന്നോട്. പോക്കോണം, നിനക്ക് വേറെ നീ പോയി കിടന്ന് ഉറങ്ങു വച്ചേ. മനസ്സിലാവുന്നു? എന്റെ മുമ്പിൽ വന്ന 90% കുഞ്ഞുങ്ങളുടെയും പ്രശ്നം ഫുഡില്ലാത്തതല്ല, പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പോക്കറ്റ് പണി ഇല്ലാഞ്ഞിട്ടല്ല, ടൂറില്ലാഞ്ഞിട്ടല്ല. എല്ലാവരും പറയുന്നു, അങ്കിൾ ഞങ്ങളുടെ വീട്ടിലാരും ഞങ്ങളോട് സംസാരിക്കുന്നില്ല. അമ്മേ, എനിക്ക് ശാരീരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവൈലബിൾ ആകുന്ന സമയങ്ങളിൽ വീട്ടിൽ ഇന്നും കളിക്കും. ഇന്നലെ ഞാൻ ക്രിക്കറ്റ് കളിച്ചു. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ല. ഇന്നലെ ഞാൻ അബിയോടും ഷാലോമിനോടും ഞാൻ ക്രിക്കറ്റ് കളിച്ചു. ലിൻഡേ ഉണ്ട്, നമ്മുടെ ചർച്ചിലെ ബോൾ ലിൻഡേ ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ബോളിൽ ഔട്ടാവുകയും ചെയ്തു. എന്നിട്ടും ഞാൻ കളിച്ചു. ലിൻഡേ വിടില്ല. 5 മണി എന്നൊരു സമയം വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എത്ര ടയർഡാണെങ്കിലും എൻ്റെ മുറിക്കകത്ത് അടി വന്നിരിക്കും, ഡാഡി കളിക്കാൻ വാ. അമ്മേ, അതവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എങ്കിൽ, അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എൻ്റെ പേരന്റിങ് ശരിയല്ല. അവർ ബ്രോക്കൺ വേൾഡിൽ നിന്നും കളക്ട് ചെയ്ത് വന്നിരിക്കുന്ന പല ഇൻഫോർമേഷൻസിന്റെയും ക്ലാരിറ്റി അവർക്ക് വേണ്ടത് അവർ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്ന അവരുടെ പപ്പയിൽ നിന്നും അവരുടെ മമ്മിയിൽ നിന്നുമാണ് അവർക്ക് അതിന്റെ ക്ലാരിറ്റി വേണ്ടത്. അമ്മേ, എൻ്റെ കൂടെ ഉണ്ടോ? അത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ആൾക്കാർക്കാർക്കും പറ്റിയിട്ടില്ല. ഞാൻ ഓർക്കുന്നു, എനിക്കൊന്ന് 7ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തോറ്റ് പഠിക്കുന്ന ആൾക്കാരൊക്കെയാണ് ആദ്യമായിട്ട് ഈ സെക്സ് എന്ന വാക്കൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഉപയോഗിക്കുന്നത്. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, നമുക്കിതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയത്തില്ല, കേൾക്കാൻ അറിയത്തില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് അവർ പറയുന്ന പല ചോദ്യങ്ങളുടെയും, അന്ന് എൻ്റെ പപ്പ വീട്ടിലില്ല, മമ്മിയുണ്ട്,
വലിയ മമ്മിയുണ്ട്. അവരോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അതിപ്പം നീ അറിയേണ്ട പ്രായമായില്ല, നീ ഇപ്പം തൽക്കാലം അത് അറിയണ്ട. 80% വീടുകളിലും ഈ ചോദ്യവുമായിട്ടൊരു കുഞ്ഞ് നിന്റെ മുമ്പിൽ വരുമ്പോൾ അമ്മമാർ പറയുന്ന ചോദ്യം, നീ ഇപ്പോ അറിയേണ്ട പ്രായമായില്ല, അത് നിന്റെ തോന്നല. അവൻ അറിയേണ്ട പ്രായം കഴിഞ്ഞതുകൊണ്ടാണ് അവൻ വന്ന് നിന്നോട് ചോദിക്കുന്നത്. അവൾ അറിയേണ്ട പ്രായം കഴിഞ്ഞതുകൊണ്ടാണ് അവൾ വന്ന് നിന്നോട് ചോദിക്കുന്നത്. നീ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാരെ പറഞ്ഞു കൊടുക്കും. അത് സ്തോത്രം. എന്ത് പറ്റി എല്ലാവർക്കും? വലിയ ഹാലയില് ഫയർ എല്ലാം പോയോ എല്ലാവരുടെ? ഫയർ എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. അത് പറഞ്ഞു കൊടുക്കാൻ പേരന്റ് തയ്യാറല്ല. ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടക്കാനുള്ള ആർജവമുള്ള ഒരൊറ്റ പാസ്റ്റർമാർ ഇവിടെ നമ്മുടെ കൂട്ടത്തിലില്ല. വിവാഹത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റുന്ന പാസ്റ്റേഴ്സ് ഇല്ല. അവസാനം കുടുംബങ്ങൾ തകരുന്നു. ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കണം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കുന്നതിനകത്ത് ഞാൻ ഒളിച്ചോടാറില്ല. വിനതയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിനത ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കണം. ഞാൻ ആ വിഷയത്തിൽ അബിയെ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമാണ്. ശാലോം അത്രയും അങ്ങനെ കാര്യങ്ങൾ ചോദിക്കാറായില്ല. പക്ഷെ അബിയെ ഒന്ന് ചോദിക്കും. നമുക്ക് ഇപ്പോഴും ഇതൊക്കെ പറയാൻ നമുക്കങ്ങ് ഇച്ഛിച്ചിയാ. നമുക്കിതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ സംശയങ്ങളുമായിട്ട് വരുമ്പോൾ അവരോട് പ്രസംഗിക്കരുത്. പിന്നെ നമ്മളങ്ങ് എടുത്ത് കൊരിന്ത്യലേഖനമൊക്കെ എടുത്തങ്ങ് പ്രസംഗിക്കില്ലേ. അവർക്ക് എൻ്റെ വീട്ടിൽ ആൾറെഡി അവർക്ക് ഇഷ്ടം പോലെ പാസ്റ്റർ ഇവിടെ കിട്ടുന്നുണ്ട്. റൈസൺ തോമസ് എന്ന പാസ്റ്ററിന് എൻ്റെ അഭിയേക്കും ശാലോമിനും ഇഷ്ടം പോലെ. ഞാൻ എൻ്റെ പാസ്റ്റർ കുപ്പായം എല്ലാം ഊരി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പലരെയും വീട്ടിലോട്ട് കൊണ്ടുപോകാത്തത്. എൻ്റെ വീട്ടിലെ കോലം വേറെയാ. എൻ്റെ വീട്ടിലെ കോലം വേറെയാ അല്ലേ? അതെ. കാര്യം എനിക്ക് അവിടെ പാസ്റ്റർ റൈസൺ തോമസ് ആകണ്ട, റിവൈവലിസ്റ്റ് റൈസൺ എപ്പോഴും കുഞ്ഞുങ്ങളോട് കളിക്കുമ്പോഴും അവിടെ ചോറുമ്പോഴും ശന്തന വർദ്ധൻ അതൊന്നും വരണ വേണ്ട. അവർക്ക് അവരുടെ അപ്പൻ റൈസൺ തോമസിനെ വേണം അവിടെ. സ്വതന്ത്രം. വീട്ടിലെ ഡോക്ടർമാരൊന്നും വീട്ടിൽ വേണ്ട. എൻ്റെ ഡോക്ടർ ഉപായൊക്കെ എല്ലാം നീ കാറിന് തൂരി വെച്ചിട്ട് സ്റ്റെതസ്കോപ്പ് ഒക്കെ ആ സീറ്റിന്റെ കീഴിൽ വെച്ചിട്ട് നീ വീട്ടിൽ ചെല്ലണം. നിന്റെ IT പ്രൊഫഷണൽ ഒന്നും നിന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വേണ്ട. അവർക്ക് അവരുടെ അമ്മയെ വേണം, അവർക്ക് അവരുടെ അപ്പനെ വേണം. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ആരെങ്കിലും ഒരു ഹല്ലേലൂയ പറ. നമ്മുടെ ബിസിനസ് ഒന്നും വീട്ടിൽ നടത്തണ്ട. വീടായിരിക്കട്ടെ. വീട് ചർച്ച ആകരുത്. വീട് ഒരിക്കലും നിന്റെ ബിസിനസ് പ്ലാറ്റ്ഫോം ആകരുത്. വീട് ഒരിക്കലും നിന്റെ ഹോസ്പിറ്റൽ ആകരുത്. വീടായിരിക്കട്ടെ. അതിനകത്തൊരു ഭയങ്കര ഡേഞ്ചർ സാധനമുണ്ട് ദൈവദാസിമാരെ. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ സാധനമല്ലേ. ഇതൊരു ഭയങ്കര നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും ഇതൊരു ഭയങ്കര അപകടം. മറ്റേത് രാവിലെ 9 മണിക്ക് പോയിട്ട് 5 മണിക്ക് ലാപ്ടോപ്പ് ഓഫീസിൽ വച്ചിട്ട് വന്നാൽ 5 മണി മുതൽ 10 വരെ അമ്മയും അപ്പനെയും കിട്ടുമായിരുന്നു. ഇപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് രാത്രിയിലും ലാപ്ടോപ്പ്, രാവിലെയും ലാപ്ടോപ്പ്. നമ്മളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ്. കഴിഞ്ഞ ഞായറാഴ്ചക്ക് മുമ്പ് ഒരു മോള് അമ്മയുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. ഈ ഞായറാഴ്ച മുമ്പത്തെ ഞായറാഴ്ച അവളുടെ അമ്മയും കൂട്ടിയിട്ട് എടുത്ത് വന്നിട്ട് പറയാം,
ഞാൻ പാസ്റ്ററപ്പായ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് അമ്മയൊന്ന് ചോദിയില്ല. പാസ്റ്ററപ്പായ എങ്ങനെ വിളിച്ച പാസ്റ്ററപ്പായ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് അമ്മയൊന്നും ചോദിയില്ല. അപ്പം അമ്മ വന്ന് എന്നോട് ചോദിക്കുക, എൻ്റെ മോളൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ പാസ്റ്റർ. ഞാൻ പറയാനടി അവളെന്നെ അബിയെ പിടിക്കുന്ന ഒരു പിടി പിടിച്ചോ, ഒറ്റ പിടി. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയപ്പോൾ? ഞാൻ പപ്പയെ മിസ് ചെയ്യുന്നു. ഐ എം മിസ്സിങ് മൈ ഡാഡ്. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറ. നിന്റെ വീട്ടിലവർക്ക് നിന്റെ പേരൻസിനെ വേണം. അമ്മേ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവർ ചോദിക്കട്ടെ. നല്ലൊരു കോൺവെർസേഷന്റെ ബ്രിഡ്ജ് ബിൽഡ് ചെയ്തിട്ട് അമ്മേ നല്ല ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. നല്ല ചോദ്യങ്ങൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കുക. ഒരു ഡോർ ഓപ്പൺ ആയിട്ട് അവർക്ക് എന്തും ചോദിക്കാൻ പറ്റുന്ന ഒരു ഡോർ, ഒരു ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ട്. എൻ്റെ വീട്ടിലെ ചോദ്യങ്ങളാണെങ്കിൽ നോക്കട്ടെ. ഞാനൊരു പേരൻ്റ് എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 പേരാണുള്ളത്. പപ്പ, മമ്മി, വിനിത, ഞാൻ, അബിയ, ഷാലു. 6 പേരാണ് ഞങ്ങളുള്ളത്. ഈ 6 പേരുടെയും കോൺവെർസേഷൻ ലെവല് 6 ലെവലിലാണ്. എന്നോടുണ്ടോ? ഷാലോം ചോദിക്കുന്ന ചോദ്യം എൻ്റെ അപ്പച്ചൻ ചോദിക്കുമോ? അപ്പച്ചൻ ഈ കാര്യം ചോദിക്കത്, എൻ്റെ പപ്പ ഈ കാര്യങ്ങൾ പപ്പ ചോദിക്കുന്ന വേറെ ചോദ്യം. പപ്പയോട് ഞങ്ങൾ സംസാരിക്കേണ്ട ഒരു ഫ്രീക്വൻസി ലെവലും ഒരു വേവ് ലെങ്തുമുണ്ട്. എന്നാൽ മമ്മി കുറച്ചുകൂടെ വേറെ നിലയിലെ ചോദ്യം. ഈ 2 ചോദ്യങ്ങൾക്കാണോ ഞാൻ വിനിതയുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത്? എന്നോട് ഉണ്ടോ? ഇനി ഈ ചോദ്യമാണ് അബിയുടെ ചോദ്യം. ഞാൻ ഈ 6 പേരോടും ഒരേ നിലയിൽ സംസാരിച്ചാൽ ആ വീട് നന്നാവുമോ? അപ്പനോട് സംസാരിക്കുന്ന പോലെ വിനതിയോട് സംസാരിക്കുക, വിനതിയോട് സംസാരിക്കുന്ന പോലെ അബിയോട് സംസാരിക്കുക, അമ്മച്ചിയോട് സംസാരിക്കുന്ന പോലെ മോഹനോട് നടക്കും. ഇത് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട ഒരു നമ്മളുടെ ദൈവ അഭിഷേകത്താൽ നമ്മൾ ഈ 6 പേരോടും സംസാരിക്കേണ്ട രീതിയുണ്ട്. അമ്മേ ഇത് മനസ്സിലാക്കണം. ഞാൻ ചിലപ്പോൾ നീ ഒരു പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കാമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കും, സത്യത്തിൽ നീ പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുക? ഞാൻ ചോദിക്കാറ്. ഇത് എങ്ങനെ ചിലതിനെയൊക്കെ പിടിച്ചു വെച്ച് അടി കൊടുക്കാൻ. ഇവനൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, അടി കൊടുക്കണം. ആമേൻ. എന്താ പറ്റിയിട്ടാ ബോസ് എല്ലാരും മിണ്ടാതിരിക്കുന്നുണ്ടാ? അപ്പന്മാരും അമ്മമാരും കേൾക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, താല്പര്യമില്ലാത്ത ഒരു ചോദ്യമാണ് നിങ്ങൾ കുഞ്ഞിനോട് ചോദിച്ചതെങ്കിൽ ഇപ്പോഴത്തെ ടീനേജ് കുഞ്ഞുങ്ങളുടെ വായിൽ കിടക്കുന്ന ഒരു ക്ലാസിക്കൽ ആൻസർ നിങ്ങൾക്ക് മറുപടി കിട്ടും. ഐ ഡോണ്ട് നോ. എന്തോ ഐ ഡോണ്ട് നോ. ഈ ഐ ഡോണ്ട് നോയ്ക്ക് പല വേവ് ലെങ്തുകളുണ്ട്. ഐ ഡോണ്ട് നോ. I don't know. Daddy, I said I don't know. No. സാധനം പോയി കേട്ടോ. മോളെ ഇവിടെ വെച്ചിരുന്ന ഫോൺ എന്ത് ചെയ്യും? I don't know. നിന്നോടല്ലേ ഇവിടെ ചോദിച്ച ഫോൺ എന്ത് ചെയ്യുന്നു? I don't know. എടി നിന്നോടല്ലോടി ഞാൻ ചോദിച്ച ഇവിടെ വെച്ച ഫോൺ എന്ത് ചെയ്യുന്നു? ഐ ഡോണ്ട് നോ. ഇത് എവിടെങ്കിലും വെച്ച് ആ കുഞ്ഞിനോ വിവരമില്ല, നിനക്കെങ്കിലും എന്തായി വിവരമില്ല?
എനിക്ക് തോന്നുന്നു റിവൈവലൊക്കെ മാറ്റി വെച്ച് കുറച്ച് കളി ഞാൻ ഇതൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. സ്തോത്രം. നല്ല ഹല്ലേലൂയ പറഞ്ഞ് ഇതോ ഹല്ലേലൂയ ഒക്കെ പോയോ? ക്ലാസിക്കൽ ആൻസറാ എല്ലാവരും. ഐ ഡോണ്ട് നോ. പക്ഷെ ഈ ഐ ഡോണ്ട് നോ വരുമ്പോൾ നീ മനസ്സിലാക്കുക, somewhere he or she is distant. Just give some time. കുറച്ച് സമയം കൊടുക്കുക. ആ ഐ ഡോണ്ട് നോ പറഞ്ഞ ആൾ ഐ നോ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് നീ ഇവിടെ ബിൽഡ് ചെയ്യുക. ഓ, എത്ര പേര് ഈ രാത്രി ദൈവത്തിന് നന്ദി പറയും. ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുക. അവരുടെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. അമ്മേ, അമ്മേ, അവരുടെ പ്രശ്നങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞാൽ അവർ സേഫാണ് എന്നവർക്ക് തോന്നിയാൽ അവർ പ്രശ്നങ്ങൾ പറയും. അവരുടെ പ്രശ്നങ്ങൾ നിന്നോട് പറഞ്ഞാൽ അവർ സേഫ് അല്ലെന്ന് തോന്നിയാൽ നീ എത്ര അടിച്ചാലും ഈ ഐ ഡോണ്ട് നോയ്ക്ക് അപ്പുറത്തൊരു സാധനം കിട്ടത്തില്ല. അവർ മിണ്ടാതിരിക്കുമ്പോൾ ഐ ഡോണ്ട് നോ പറയുമ്പോൾ ഡോണ്ട് പുഷ് ദം ടു ഓപ്പൺ ദെയർ മൗത്ത്. അവരുടെ വാ തുറക്കാൻ നിർബന്ധിക്കരുത്. ആമേ. ഞാൻ പലരോടൊക്കെ പറയടാ, നിന്റെ ചോര തന്നെ അല്ലേടാ അത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, നീ മുൻകോപിയാണെങ്കിൽ നിന്റെ അതേ സാധനമല്ലേ ആ കൊച്ച്. സിംഹത്തിന്റെ കുട്ടി സിംഹം അല്ലേ ആവത്തുള്ളൂ, പുലിയുടെ കുട്ടി കുലിയല്ലേ ആവത്തുള്ളൂ. അപ്പൊ നീ സിംഹം, അത് പൂച്ചയാണെന്ന് ഓർക്കാൻ നിനക്കെന്തോ പ്രശ്നം. ഞാൻ സിംഹം, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം എലി. നിന്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ എലി ആവത്തില്ല, അതും സിംഹക്കുട്ടിയായിരിക്കും. അങ്ങനെയല്ലയോ? ആണോ അല്ലയോ? എന്ത് പറ്റില്ലാർക്കും? ആണോ അല്ലയോ? എന്തോ വിവരക്കേടാ. ഞാൻ സിംഹം, എൻ്റെ കുഞ്ഞ് എലിയാവണമെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കും? ഞാൻ അതിന് മറുപടി ഇപ്പൊ ഇവിടെ പറയുന്നില്ല. അതുപോലെ നിൽക്കും, അതുപോലെ നീറ് പോലെ നിൽക്കും. പക്ഷേ അവിടെ ദൈവിക പക്വതയിലേക്ക് നീ കയറിയാൽ, ആമേൻ, നിനക്കതിനെ ഒരു നല്ല സംസാരത്തിന്റെ ഒരു സ്കിൽ അവിടെ നിന്ന് വളർത്തിയെടുത്തേ. ആമേൻ, ആമേൻ. എങ്ങനെയാ പറഞ്ഞു കൊടുക്കണ്ടേ? അവനെ ഓടി വാടാ, ഓടി വാ പറയട്ടെ, ഓടി ഒറ്റ ഓട്ടത്തിന് പോവാ. കുഞ്ഞു വേണ്ട പവനോ, ഓടി ഒറ്റ ഓട്ടത്തിന് പോവാ. ഇവരൊക്കെ നമ്മളെക്കാളും വലിയ വില്ലന്മാരാ. ശാലം കൊണ്ടായിരുന്നെ അവനെ ഞാൻ വിളിക്കത്തുള്ളായിരുന്നു. വലിയ വില്ലന്മാരാ. ഇവരൊരു ചോദ്യമായിട്ട് വരുവാ നമ്മുടെ അടുക്കൽ. ഒരു ചോദ്യമായിട്ട് വരുമ്പോ നമ്മളവനെ കേൾക്കാൻ മനസ്സ് വെക്കണം. അപ്പൊ നീ ഇങ്ങനെ റോഡിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ മോനത്രല്ലാടാ പഠിക്കുന്നത്? 6ാം ക്ലാസ്സുകാർ മാത്രമാണ് ആ സ്കൂൾ ബസ്സിൽ. നിന്റെ സ്കൂൾ ബസ്സിൽ 10ാം ക്ലാസ്സുകാരനുണ്ട്, 8-9ാം ക്ലാസ് വരെ. അപ്പോൾ 9ാം ക്ലാസ്സുകാരനും ഈ ബസ്സിനകത്തുണ്ട്. താഴെ എത്രാം ക്ലാസ് വരുന്നുണ്ട്? LKG-ക്കാർ UKG-ക്കാരുണ്ടോ? പ്ലേ സ്കൂളിലെ ആൾക്കാരും അവിടെ ഉണ്ട്. എത്ര മണിക്കൂർ എടുക്കും നിങ്ങളുടെ സ്കൂൾ ബസ് സ്കൂളിലെത്താൻ? എത്ര സമയം എടുക്കും? 30 minutes? More than 30 minutes or 30 minutes? 30 minutes. ഡെയിലി പ്ലേ സ്കൂൾ കുഞ്ഞും 9ാം ക്ലാസ്സുകാരനും 30 minutes ഒരുമിച്ചിരിക്കുക. അപ്പ് ആൻഡ് ഡൗൺ 1 hour. അപ്പൊ ഇവന്റെ ചെവി കേൾക്കണ്ടാത്ത എന്തെല്ലാം കാര്യങ്ങൾ 9ാം ക്ലാസ്സിൽ പറയാറുണ്ട്. ഇവൻ കേട്ടില്ലെന്ന് നടിക്കുന്നു എങ്കിലും ഇവന്റെ ചെവിയിൽ ഈ സാധനങ്ങൾ വരുന്നില്ലേ? ഇവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല.
ഞാൻ ഒരു സമയത്ത് ശാലോമിനോട് പറഞ്ഞിട്ടുണ്ട്, ശാലോം, നീ നിന്റെ തരത്തിലുള്ള ആളുകളോട് മാത്രം ഇടപെട്ടാൽ മതി. അവൻ ഇതിനേക്കാളും ചെറുപ്പത്തിലാണ് ചർച്ചിൽ വരാൻ തുടങ്ങിയത്. അവൻ ജനിച്ച് വളർന്നതേ ചർച്ചിനകത്താണ്. അപ്പൊ അവന്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ബോസിനെ പോലുള്ള ആൾക്കാരാണ് അവന്റെ കൂട്ടുകാർ. ബോസും ബിനോയും കൂടെ സംസാരിക്കുന്ന കാര്യം ഇവൻ കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. പക്ഷെ ഇവർ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇവരുണ്ട്. നമ്മളെക്കാൾ ചെവിയാണ് അവർക്ക്, നമ്മളെക്കാൾ കണ്ണാണ് അവർക്ക്. അപ്പോ ഇവർ കേട്ട കാര്യങ്ങൾ, ഇവർക്ക് എവിടെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ശരി ബ്രദറെ, ഇവൻ വന്ന് നിങ്ങൾ രണ്ടോട് ചോദിക്കുക, തെറ്റാണോ? ഇവന് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? ഇവൻ ചോദിച്ചല്ലേ പറ്റത്തുള്ളൂ. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം. ഇപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട്, ഒരു പെൺകുഞ്ഞിനോട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഇവന്റെ ബാക്കിലത്തെ സീറ്റിൽ നിന്ന് പറയാണ് ഐ ലവ് യു. ഇതവനറിയാം ഐ ലവ് യു എന്തോന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവേണ്ട പ്രായമൊക്കെ. പക്ഷെ ഇവനിപ്പോ അത് പറയാനുള്ള ആർജവോ ഒന്നുമില്ല. പക്ഷെ അവന്റെ മനസ്സിലുണ്ട് വാട്ട് ഈസ് ദാറ്റ്. അപ്പൊ ആ പെണ്ണ് പെട്ടെന്ന് തിരിച്ച് ഒരു പെടപെടുക്കുവോ, അല്ലെങ്കിൽ നീ പോടാ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ക്ലാസിക്കൽ ചീത്ത വാക്കുകൾ ഉണ്ടല്ലോ, മലയാളത്തിന് നല്ല ക്ലാസിക്കൽ ചീത്തയൊക്കെ സ്കൂൾ ബസ്സിലൊക്കെ ഇതുവരെയൊക്കെ കേൾക്കും. അല്ലാതെ അവരുടെ സ്കൂളിൽ എല്ലാവരും മാലാഖമാരൊന്നുമല്ല, കേൾക്കും. അപ്പൊ അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എന്താ അവനോട് ചെയ്യാൻ പോകുന്നത്? ഞാൻ അവൻ്റെ അപ്പനെങ്കിൽ, അവൻ്റെ ചോദ്യം ചോദിക്കാനൊരു ഡോറുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ അവനോട് ചോദിക്കുന്ന ചോദ്യം, മോനെ അത് കേട്ടപ്പോൾ നിനക്ക് എന്ത് തോന്നി? നിനക്ക് എന്ത് തോന്നി? ഓക്കെ, നീ ആയിരുന്നെങ്കിൽ അത് ചെയ്യൂ. നിന്നെ കൊണ്ട് ചോദിപ്പിക്കണം. നീ ആണെങ്കിൽ അത് ചെയ്യൂ. ഇനി ചിന്തിക്കും, മോനെ, യേശു ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ യേശുവിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഒളിച്ചോടരുത്. ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കുക. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ കുഞ്ഞുങ്ങൾ നിന്നോട് സംസാരിക്കട്ടെ. അവർ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും മനസ്സിലാക്കാത്തതും എല്ലാം നിന്നോടൊന്ന് ചോദിക്കട്ടെ. അവർക്ക് നിന്നിൽ നിന്നും ഒരു ആൻസർ കേൾക്കാൻ ഭയങ്കര കൊതിയാണ്. എത്ര പേര് രാത്രി എൻ്റെ കൂടെയുണ്ട്? നിന്നിൽ നിന്നും ഒരു ആൻസർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇത് നമ്മളിൽ നിന്ന് കേട്ടില്ലെങ്കിൽ ഇവൻ അപ്പുറത്ത് പോയി 4ാം ക്ലാസ്സുകാരനോട് ചോദിക്കേണ്ട ചോദ്യം ഇവൻ 7ാം ക്ലാസ്സുകാരനോട് ചോദിക്കും, എന്തുവായി ഐ ലവ് യു എന്ന് പറഞ്ഞാൽ? അപ്പോൾ അവൻ പറഞ്ഞു കൊടുക്കുന്നത് ഐ ലവ് യുവിൻ്റെ വേറെ അർത്ഥങ്ങളായിരിക്കും. ഈ വേറെ അർത്ഥങ്ങൾ ഈ കുഞ്ഞ് തലയ്ക്കകത്ത് കയറാതെ ആ നല്ല അർത്ഥങ്ങൾ ഈ കുഞ്ഞിലേക്ക് ഇട്ടുകൊടുക്കുക. ഹല്ലേലൂയ, താങ്ക് യു. എത്ര പേരുണ്ടെന്ന് രാത്രി എൻ്റെ കൂടെ? പീറ്ററെ നമുക്കൂടെ ഒന്ന് ഒളിച്ചുകൂടാനോ ഒക്കത്തില്ല. വല്ല ചന്ദ്രനിലും പോയി താമസിക്കേണ്ടി വരും. യേശു ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പൊ അവന്റെ ഭാഗത്ത് മറുപടി വരും. യേശു ഒരിക്കലും തിരിച്ച് ഒന്നും പറയത്തില്ലല്ലോ. യേശു അങ്ങനെ മോശമായിട്ട് പറയത്തില്ലല്ലോ.
അപ്പൊ യേശു എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ അവന് പറഞ്ഞു കൊടുത്തെങ്കിൽ ഇനി ഒന്നുകൂടെ വാ, ഓടി ഒന്നുകൂടെ വാ പറയട്ടെ. ഞാൻ അവന് പറഞ്ഞു കൊടുത്തു, ഇന്നലെ പറഞ്ഞു കൊടുത്തു യേശു എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ യേശു എങ്ങനെയായിരിക്കും എന്ന് അവന് മനസ്സിലുണ്ട്. ഇനി ഇവൻ വന്ന് എന്നോട് പറയുക, ഇവനിപ്പം 10ാം ക്ലാസ്സിലായി, ഇനി പെങ്കൊച്ചായിപ്പം, ഡാഡി എന്നോടൊരാൾ ഐ ലവ് യു എന്ന് പറഞ്ഞു. എന്നോടൊരാള് നാണം വരുന്നോടാ, എന്നോടൊരാള് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഉടനെ നിന്നോട് നീ സ്കൂളിലും പോകണ്ടോ, സ്കൂൾ ബസ്സിലും പോകണ്ടോ, ബോർഡിങ്ങിൽ കൊണ്ടാക്കുന്നു, സാറാരാ വിളിക്കുമ്പോ ഇവനാകപ്പാടെ നമ്മൾ തമ്മിൽ തീർക്കണ്ട പ്രശ്നം. ഇത് സ്കൂളിലെത്തി, പിയൂണറിഞ്ഞു, PTA അറിഞ്ഞു, സ്കൂൾ ഗ്രൂപ്പിൽ കയറി കളിച്ചു. ആരോ ഉണ്ട് അവളോട് ഐ ലവ് യു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ഞാൻ എൻ്റെ മോനായ ഇവനോട് ഞാൻ പറഞ്ഞു യേശു എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പഠിക്കേണ്ട കാര്യം, എൻ്റെ അടുക്കൽ ഇവൻ വന്നു പറഞ്ഞ ഈ പ്രശ്നം യേശുവിനോടാ പറഞ്ഞതെങ്കിൽ യേശു എങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ പറഞ്ഞു. കൊടുത്ത പോയിന്റ് ഞാൻ ഇന്നലെ അവനോട് പറഞ്ഞടാ യേശു അങ്ങനെ ആയിരിക്കും. യേശു അപ്പൊ അവന് അത് മനസ്സിലായി, ആ ഏറി അവനെ പിടികിട്ടി യേശു എങ്ങനെ ആയിരിക്കും. നാളെ ഇവൻ വന്ന് എന്നോട് പറയുക, അപ്പൊ ഞാൻ മനസ്സിലാക്കണം ഇവൻ യേശുവിന്റെ അടുക്കൽ പോയതുപോലെയാണ് എന്റെ അടുക്കൽ നിൽക്കുന്നത്. ഞാൻ അവനെ ഇപ്പൊ കൂമ്പിന് പിടിച്ച് ഇടിക്കാല്ല വേണ്ട, കേട്ടി പിടിച്ചു സാരമില്ല, അതൊക്കെ ആയിരുന്നു ഓളാണ്. പക്ഷെ മക്കളെ നമുക്കത് പറ്റത്തില്ലട, എന്റെ പ്രായം അത്ര ആയില്ലട ഞങ്ങള്. നിനക്ക് കുറച്ചുകൂടെ ഒക്കെ ആകുമ്പോ നമുക്ക് നോക്കാം. ഇപ്പൊ നീ പഠിക്ക, ഇപ്പൊ നീ സ്കൂളിൽ പോകുന്നതിനല്ലേ, കമോൺ. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടെ കൊടുത്തിട്ട് എന്താ പറ്റിയ എല്ലാവർക്കും? രണ്ടൊക്കെ പെൺകുച്ചുങ്ങൾ അവിടെ ഇരുന്ന് സ്വോത്രവും അമ്മേനൊക്കെ പറയുന്നുണ്ട് പലരും. ഇനി വാ നാളെ എല്ലാവരും ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാത്തും. Amen. Make a good bridge of communication. ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമായിരിക്കും. എൻ്റെ അടുത്ത് ആളുകൾ വന്ന് അവരുടെ എല്ലാ സ്റ്റോറിയും പറയും. എന്നോട് സ്റ്റോറി പറയുന്നത് ഒരെണ്ണത്തെ പോലും ഞാൻ ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോട് സ്റ്റോറി പറഞ്ഞ ഒരാളും ആ സ്റ്റോറിയിൽ സ്ട്രക്കുമല്ല. അവരുടെ സ്റ്റോറി വേറൊരു സ്റ്റോറി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ടാ സ്റ്റോറി പറയുന്നറിയോ? എത്ര ഈസി ആയിട്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഇനി പലതിനും അഡിക്ഷനാണ്. ഭയങ്കര പ്രശ്നം. ഞാൻ സാരമില്ല, ബാ വണ്ടി കയറാം. ജസ്റ്റ് വണ്ടിയിലൊന്ന് കൊണ്ടുപോയി കറങ്ങി ഒരു നല്ല ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്താ കഥ പറയുന്ന കഥ എന്താ അറിയോ? തോറ്റ് തൊപ്പിയിട്ട കഥ പറയുമ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ഇപ്പുറത്തിരുത് പറ കേക്കട്ട് എന്തുവാ തോറ്റ് തൊപ്പിയിട്ട കഥ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് കേൾക്കുക. പ്രാർത്ഥിച്ച് സ്വത്രം പറഞ്ഞു വിട്ടു. വേണ്ടത് കേട്ടോ, നമുക്കിത് വേണ്ട. അങ്കിളിനോടല്ലാതെ വേറെ അടുത്തും പറയാൻ പറ്റുന്നില്ല. സാരമില്ല, അങ്കിളിവിടെ ഉണ്ടല്ലോ.
എത്ര 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 സ്റ്റോറീസ്. അവർക്ക് പറയാൻ ആളില്ല. അവർക്ക് പറയാൻ ആളില്ല. അവർക്ക് പറയാനുള്ള ഏക സ്ഥലം പേരൻസ് ആണെന്ന് എന്ന് പേരൻസ് തിരിച്ചറിയുന്നു, അന്ന് കുഞ്ഞുങ്ങൾ റെസ്റ്റോർ ആകും. എന്ന് പേരൻസിന് സമയമില്ല എന്നവർ പറയുമോ, അവർ വേറെ എവിടെയോ സമയം കണ്ടെത്തും. വേറെ എവിടെയോ അവർ സമയം കണ്ടെത്തും. രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിർത്താം. പിന്നീട് നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് മറ്റൊരവസരത്തിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് അവരെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ പരസ്യമായിട്ടൊക്കെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മേ, അമ്മേ, നമുക്കൊക്കെ എന്നുണ്ടല്ലോ, നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ വളരുക. നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ വളരട്ടെന്നേ. അവർക്ക് ഒരു പീരീഡ്സ് ആവുന്ന സമയത്ത് പപ്പ പീരീഡ്സ് ആണെന്ന് പറയാൻ ആ കുഞ്ഞുങ്ങൾക്ക് പറ്റണം. എന്താ പ്രശ്നം? എന്താ അതെന്താ പ്രശ്നം? എന്താ അതത്ര വലിയ തെറ്റാണ്? ഇത് ഒരു അപ്പനോട് പറഞ്ഞാൽ എന്ത് പറ്റും? ചില അപ്പന്മാർക്ക് ഈ സാധനം അറിയത്തില്ല. അപ്പൊ ആ കുഞ്ഞിന് ആ ദിവസങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അമ്മ പറയും അപ്പനോട് പറയല്ലേ, അപ്പനോട് പറയല്ലേ, അപ്പനോട് പറയല്ലേ. അപ്പൻ അറിഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പൊ അങ്ങനെ കൊച്ചു സുഖമില്ലാതെ കിടക്കുമ്പോഴായിരിക്കും അപ്പൻ പറയുന്നത് പണി ചെയ്യ്. ആ കുഞ്ഞിന് പറയാനുള്ള ധൈര്യമില്ല കുഞ്ഞിന്റെ അപ്പനോട്. ഇതാരാ പറഞ്ഞത് ഇത് തെറ്റാണെന്ന്? അതൊരു പെൺകുഞ്ഞിനെ അവളുടെ ശരീരത്തിൽ ദൈവം വച്ചതല്ലേ അത്? അതുള്ളത് കൊണ്ടല്ല നീ ഇന്ന് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നേ. അമ്മേ, ഇതൊക്കെ നമുക്ക് ഏതാണ്ട് ഭയങ്കര ഭീകര സാധനമാണെന്നൊക്കെ. അമ്മേ, ധൈര്യമായിട്ട് കണ്ണ് തുറക്കുന്നേ. ചുമ്മാതല്ലേ പൂച്ച പാൽ കുടിക്കുന്ന കുമിഞ്ഞ് കിടക്കാതെ എഴുതേക്കടാ, നേരെ കണ്ണു തുറക്കുന്നേ. സ്വത്രം. മലയാളത്തിലെ പാസ്റ്റർമാർക്ക് ഇതൊക്കെ പറയാൻ ഭയങ്കര ഇച്ഛിച്ചയാ. ഇതൊക്കെ പറഞ്ഞാൽ അതിന്റെ വിശുദ്ധിയുടെ അതിന്റെ കുപ്പായ അങ്ങ് അഴിഞ്ഞു പോകും. പോട്ടെ, എന്തിനാ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? സ്വത്രം. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും നേടണ്ടേ? ഈ തലമുറ രക്ഷപ്പെടണ്ടേ? തീയിൽ നിന്ന് വലിച്ചെടുക്കണ്ടേ? അമ്മേ, എന്താടാ ബോസ് വെള്ളം കുടിച്ചു? നീ യൂത്ത് പാസ്റ്റർ അല്ലേ? നീ മോനെ യൂത്ത് പാസ്റ്റർ എന്താ മോനെ? എന്താ യൂത്ത് മിനിസ്ട്രി? ഞാനായല്ല, എനിക്കിഷ്ടമാണ് യൂത്ത് മിനിസ്ട്രി ചെയ്യാൻ. ഐ ലൈക്ക് ദം. എനിക്ക് സാധനം ഡോർ തുറന്നിട്ടിട്ട് അവരൊന്നിങ്ങനെ കഥ പറയും. അവരുടെ കഥയൊക്കെ കേൾക്കും. ഞാൻ പറയും എൻ്റെ മക്കളെ, ഞാൻ ഇതിനേക്കാൾ തോറ്റയാടാ. അല്ലേ, എൻ്റെ മോളും മോനും, എൻ്റെ മോൾക്കും മോനും എൻ്റെ പരാജയത്തിൻ്റെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളിപ്പോൾ യൂട്യൂബ് എവിടെ കിട്ടുന്നത് കേൾക്കുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് എല്ലാം കേൾക്കും. എന്ന് ചോദിക്കും, ഡാഡി 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? കാര്യം അവളിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അവളിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. എൻ്റെ മാർക്ക് പറയുമ്പോൾ അവക്കൊരു ധൈര്യമാണ്. ഈ 100ൽ 100 കിട്ടണമെന്ന് ആരാ നിന്റെ മക്കളെ പഠിപ്പിച്ചിട്ടെ? എന്തോ ഞാൻ 100ൽ 100 കേട്ട് അവൾക്ക് 90 ആയാലും എന്താ പ്രശ്നം? എന്താ അവൾക്ക് 55 ആയാലും എന്താ പ്രശ്നം? 60 ആയാലും എന്താ പ്രശ്നം? ഒരിടത്തിന് B+ ആയാലും എന്താ കുഴപ്പം? എന്താ എന്റെ പ്രശ്നം? എന്നാ അവിടുത്തെ B+ ആയാൽ നിന്റെ കുഞ്ഞല്ലാതായി പോവോ? ഈ A+ കിട്ടിയതെല്ലാം കൂടെ ഇപ്പൊ എന്തിയേ? എല്ലാത്തിനും A+ പുഴുങ്ങി കിട്ടിയ എല്ലാം കൂടെ എന്തി പോയി? അറ്റ് ദ എൻഡ് അവരുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ മോൾ എന്നോട് ചോദിക്കും, ഡാഡി എന്താവണം? അവളുടെ ചിന്തകൾ ഇങ്ങനെ ഫ്ലോട്ടിങ്ങാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നീ നിന്റെ ലൈഫ് എൻജോയ് ചെയ്യണം. അറ്റ് ദ എൻഡ് നീ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം. എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, നീ നിന്റെ ലൈഫ് എൻജോയ് ചെയ്യണം.
അറ്റ് ദ എൻഡ് നീ ദൈവരാജ്യത്തിൽ പ്രയോജനം. ഇത്ര രണ്ടും മതി. നീ ഡോക്ടറായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, നീ എഞ്ചിനീയറായിട്ട് എനിക്ക് ഒരു സാധനവും ചെയ്യാനില്ല. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ ബാക്കി പ്രസംഗിക്കാൻ, എൻ്റെ ഇടവും വലവും നിന്ന് പ്രസംഗിക്കാമെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. നാളെ ഭാവിയിൽ പാസ്റ്റർ ഷാലോമെന്നും അവനെടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പറയൂ, എത്രയും നേരം ഒന്നും ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയും. അവൻ കേട്ടോണ്ടിരിക്കും, നീ പാസ്റ്റർ ആവണേ. ഡാഡി അത്ര നേരം നിൽക്കാൻ എനിക്ക് ഒക്കത്തില്ലെന്ന്. ഡാഡി എന്തോ ഇരിപ്പായിരിക്കുന്നത് 2-3 മണിക്കൂറിന് എങ്ങനെയാണ് ഡാഡി പ്രസംഗിക്കുന്നത്? എനിക്കതുകൊണ്ടോ പറ്റത്തില്ലെന്ന്. അവനും കൂടെ ഇറങ്ങി അതിലെ കൂടെ നടക്കണം. ഞാൻ പറയണ വളരുമ്പോൾ ശരിയാവും. ആവുമായിരിക്കും ഇല്ലയോ? ആവും. അവർ എൻജോയ് ചെയ്യട്ടെന്നേ, അവരുടെ ചൈൽഡ്ഹുഡ് അവർ എൻജോയ് ചെയ്യട്ടെന്നേ. അവർക്ക് തോൽക്കാനും മാങ്ങ പറിക്കാനും ചക്ക കുരു പറിക്കാനും ഒക്കെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. ഒരു വീട്ടിലെ ഗ്ലാസ് പൊട്ടിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിന്നോട് വഴക്കുണ്ടാക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിന്റെ മണ്ടേ കയറി കിടക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വതന്ത്രം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ ആവശ്യമില്ലാത്ത പ്രൊപ്പോസൽ എന്നും പറഞ്ഞ് ദയവായിട്ട് 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ വരരുത്. നിങ്ങളൊരു 22 വയസ്സാകുമ്പോൾ നിങ്ങൾ പ്രൊപ്പോസൽസ് വേണം. അതിന് മുമ്പ് എൻ്റെ ചിന്ത അനുസരിച്ച് ഒത്തിരി ഫ്രണ്ട്സ് വേണം. ഒരു ഫ്രണ്ട് ആകുമ്പോഴാണ് ഈ പ്രശ്നം. ഒരു ഫ്രണ്ട് ആകുമ്പോഴാണ് പ്രശ്നം. ഒരുപാട് ഫ്രണ്ട്സ് വേണം. ബോസിന് ഒരു 10-15 പെങ്കുച്ചങ്ങളെല്ലാം ബോസിന് നല്ല ഫ്രണ്ട്സ്. അതിനകത്ത് ഒരു തെറ്റുമില്ല മോനെ. ബിനോയ്ക്ക് ഒരു 10-15 നമ്മുടെ ചർച്ചിലുള്ള എല്ലാവരും ബിനോയോട് ഭയങ്കര ഫ്രീ, ഒരു തെറ്റുമില്ല മോനെ. പക്ഷെ ഒരാൾ മാത്രം വന്ന് കഞ്ഞിപ്പേരുടെ പുറകെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ ചെവിക്ക് പിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നോട് ഉണ്ടോ നിങ്ങൾ? കമ്മ, ഞാൻ നിങ്ങൾ 2 പേര് സംസാരിക്കുന്നവരുടെ പുറകെ ഞാൻ പറയാറില്ല. ഞാൻ അങ്ങനെ ഇടുങ്ങിയ മൈൻഡുള്ള ആളല്ല. ആമേ. എന്നോട് ആരംഭത്തിലൊക്കെ വരുമായിരുന്നു, പക്ഷേ അവർ 2 കൂടെ ചായ കുടിക്കാൻ പോയി. എന്താ അവർക്ക് ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അവർ 2 കൂടെ ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാനല്ലേ പോയുള്ളൂ, ചാരായം കുടിക്കാൻ പോയില്ലല്ലോ. ഇവിടുന്ന് അപ്പുറത്ത് 100 മീറ്റർ പോയി ചായ കുടിച്ചിട്ട് വന്ന എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഞാനിവിടെ നിർത്തുക. ഈ ചർച്ചിൽ ലെസ്ബിയൻസ് വന്നിട്ടുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? ഈ ചർച്ചിൽ വന്നിട്ടുണ്ട്. ഗെയ്സ് ഈ ചർച്ചിൽ വന്നിട്ടുണ്ട്, അറിയാമോ നമുക്ക്? കിളി അറിഞ്ഞിട്ടില്ല. അവരെ കൗൺസിൽ ചെയ്തിട്ട് അവസാനം പറഞ്ഞു വിട്ടു, ഇവിടെ ഉള്ള ആൾക്കാരല്ല, ചാത്തന്നൂരിലൊരു റൈസം പാസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ പോയി സംസാരിക്കുക, ഒരു പരിഹാരം ഉണ്ടാകുന്നു. ആമേൻ. അവരോട് വന്നു. എനിക്ക് അവരെ കണ്ടപ്പോൾ മനസ്സിലായി. വളരെ നോർമലി ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വളരെ സ്നേഹത്തിൽ സംസാരിച്ചു. ഒരു 4 ആഴ്ചയോളം അവരോട് ഞാൻ തുടർമാനം സംസാരിച്ചു. അവർ പറഞ്ഞു ഭയങ്കര സോൾട്ടയാണ്, ഭയങ്കര ബൗണ്ടഡ് ആണ്. കർത്താവ് അവരെ അതിൽ നിന്ന് വിടുവിച്ചു. ചർച്ച് മറുപടി പറഞ്ഞില്ലേ? ആരും മറുപടി പറയും? ചർച്ച് ആൻസറബിൾ അല്ലെങ്കിൽ ആര് ആൻസറബിൾ പറയും? കോടതി പറയുമെന്നാണോ നീ പറയുന്നത്? ആരും പറയത്തില്ല, ചർച്ച് പറയട്ടെ. നിന്റെ കുഞ്ഞിന് നിന്നോട് വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം കേട്ടില്ലേ ഒരു വാർത്ത കേട്ടോ നിങ്ങൾ? റാന്നിയിലെ ഒരു സഹോദരൻ കല്യാണം കഴിച്ചു. നിങ്ങൾ വാർത്തയൊന്നും കേൾക്കാറില്ലയോ? റാന്നി സംഭവിച്ചാൽ ഇവിടുത്തെ എല്ലാവരും ഉണ്ട്, പത്രത്തിലും ന്യൂസിലെല്ലാം ഉണ്ട്. ആദ്യത്തെ രാത്രി ഫസ്റ്റ് നൈറ്റിൽ അവൻ പറയുന്നു പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് രാവിലെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ചെറുക്കൻ ഇറ്റലിക്ക് പോയി. ഒറ്റ രാത്രി കല്യാണം കഴിച്ചു. ഒറ്റ രാത്രി പോലും കൂടെ കിടന്നില്ല. രാത്രി അവൻ്റെ മാലയും സ്വർണ്ണം എല്ലാം വാങ്ങിച്ചിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടിട്ടാക്കിയിട്ട് പോയി.
അടുത്ത ദിവസത്തെ രാവിലത്തെ പത്രത്തിന് എന്തോന്നും അറിയില്ല, രാവിലെ പത്രം എഴുതി വെച്ചിരിക്കുകയാണ്, ചതി ചതി, ചെറുക്കനെ ചതിച്ചു. സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ചു, മെഡിക്കലി പ്രൂവ് ചെയ്തു. ആ കൊച്ചിനൊരു പ്രശ്നമില്ല, ഇവൻ മാനസിക രോഗി, ഇവൻ കഞ്ചാവൻ. ഇതാണ് നമ്മുടെ ലോകം. പള്ളി കല്യാണം നടത്തിയ കല്യാണത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ സാജൻ സക്രിയുടെ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ വാർത്ത കേൾക്കണം ഇന്ന് രാത്രി നിങ്ങൾ. പിന്നെ അത് കിടപ്പുണ്ട് ഹോട്ട് ന്യൂസ്. ഇതാണ് നമ്മുടെ ലോകം. നമ്മുടെ കേരളം എങ്ങനെയാണ്? Come on, speak to your daughter, talk to your son. സംസാരിക്കുക. എന്താ കുഞ്ഞിന്റെ മുഖം മാടിയിരിക്കുന്നത്? എന്താ മോന്റെ മുഖം മാടിയിരിക്കുന്നത്? സംസാരിക്കുക. സമയം കണ്ടെത്തി സംസാരിക്കുക. ആമേൻ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കുക. കുഞ്ഞുങ്ങളെ, ബൈബിൾ വചനം പറയുക, നീ ശാസിക്കണം, അടിക്കണം, പക്ഷെ കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കരുത്. ഐ ഡോണ്ട് നോ എന്ന വാക്കിന്റെ ടോൺ മാറാൻ നീ സമ്മതിക്കരുത്. നീ സമ്മതിച്ചാൽ നീ ഒരു നല്ല പേരന്റ് അല്ല. നിന്റെ കുഞ്ഞ് നിന്റെ മുഖത്ത് നോക്കി ഐ ഡോണ്ട് നോ എന്ന് പറയുന്നെങ്കിൽ ആ കുഞ്ഞിനെയല്ല ഞാൻ കുറ്റം പറയുന്നത്, ഞാൻ നിന്നെയാണ് കുറ്റം പറയുന്നത്. കാര്യം നീ ആണ് ആ കുഞ്ഞിനെ അങ്ങനെയാക്കിയത്. പ്രാർത്ഥിക്കാം. ഇതുമായിട്ട് എനിക്ക് ഇന്ന് രാത്രി ഒരു 5 മണിക്കൂർ ഇരുന്നാലും തീരാത്ത പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പല കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. വിൽ കണ്ടിന്യൂ. എനിക്ക് ഈ നടുവേദന, തങ്കച്ചാൻ്റെ നടുവേദന മാറി, ശോഭാൻ്റെ മുട്ടുവേദന മാറി, ഇപ്പം കണ്ണടയ്ക്കുന്നതിൻ്റെ, എനിക്കത് പ്രസംഗിക്കുന്ന, എനിക്കതൊക്കെ പ്രസംഗിക്കുന്ന ഇഷ്ടം. ഇപ്പം 10 രൂപ 100 രൂപ സ്വത്ര ഇഷ്ടം. നിന്റെ നടുവേദന പോയില്ലേലും നിന്റെ കുഞ്ഞ് നന്നായാൽ മതി. സ്വതന്ത്രം ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഞാനിങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ തന്നെ തുടരും. ഇത് തന്നെയായിരിക്കും എൻ്റെ മിനിസ്ട്രി. ആമേൻ. ഞാനത് ഒത്തിരി ഇഷ്ടപ്പെടും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണടച്ച അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പേരൻസിനെ ഏൽപ്പിക്കുന്നു. ഇപ്പോഴിതിനകത്ത് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന അബിഗേലിനെ, ലിൻഡയെ, സ്നേഹയെ, പ്രിൻസിയെ, സ്വാതിയെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അബിയെ, നവയെ എല്ലാവരും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സൂക്ഷിക്കണേ. തീയുടെ ബലത്തേക്കെടുത്തിയ എബ്രായ ബാലന്മാരെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബ്രോക്കൺ കൾച്ചറിനെ പൊട്ടിക്കുന്ന ക്രൈസ്റ്റ് ബ്രീഡിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കട്ടെ. ഞങ്ങളുടെ മഹത്വം ചുമക്കുന്ന കുഞ്ഞുങ്ങളാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർക്കണേ. തോറ്റവനെ ചേർത്ത് പിടിച്ചുമ്മ വെക്കാൻ, പൊളിഞ്ഞവനെ ചേർത്ത് പിടിച്ച് വാരി പുണരാ. ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ ക്യാച്ച് ദ ഫയറിൻ്റെ ടീം വന്ന് പഠിപ്പിച്ചത്
ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി നിൽക്കാൻ മിനിമം ഒരു 20 ഉമ്മയെങ്കിലും കിട്ടണമെന്നാണ്. 20 അയ്യോ, അഭിയേശാലൊക്കെ ചോദിച്ചു വാങ്ങിക്കും. ആ ദിവസങ്ങളൊക്കെ ഡാഡിന്ന് 5 ആയുള്ളൂ കേട്ടോ. ദാറ്റ്സ് എ റൈറ്റ്. അത് അവരുടെ റൈറ്റാണ്. അത് കൊടുക്കണമെന്നുള്ള എൻ്റെ റൈറ്റാണ്. കെട്ടിപ്പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി ഉമ്മ വെച്ചിട്ടേ കിടക്കാവും. ഒരപ്പൻ ഉമ്മ വെച്ചെന്ന് പറഞ്ഞ ആ മോൾക്കൊന്നും പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഈ പെൺമക്കൾക്ക് ഈ അപ്പന്മാർ ഇത്ര വീക്ക്നെസ് എന്നറിയാമോ? അവർക്ക് കിട്ടിയ ആദ്യത്തെ പുരുഷന്റെ ഉമ്മ അവരുടെ പിതാവിന്റെ ഉമ്മയാണ്. ഭയങ്കര വീക്ക്നെസ് ആണ് അവർക്ക്. കല്യാണം കഴിക്കുന്നിടം വരെ എൻ്റെ കുഞ്ഞിന് നീ ഇത് കൊടുത്തുകൊണ്ടേയിരിക്കണം. 22 വയസ്സായാലും 23 വയസ്സായാലും 24 വയസ്സായാലും 25 വയസ്സ്. നമ്മുടെ ധാരണ കൊച്ച് 13 വയസ്സായാലും ഉമ്മ വെച്ചോ അല്ല, ഒന്നും പറ്റത്തില്ല. വെച്ചില്ലെങ്കിൽ വല്ലതും പറ്റും. അമ്മേ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഇന്ന് രാത്രി സംസാരിച്ചല്ലോ, ഞങ്ങളോട് പിന്നെയും സംസാരിക്കണേ. ഈ റിവൈവലിന്റെ തുറന്ന സ്വർഗത്തിൽ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ടെ, അവരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചാട്ടെ, ഒത്തിരി തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുന്ന കാണാനിടയാക്കിയാട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. സുഖമായിട്ട് കിടന്നുറങ്ങുക. നിങ്ങളുടെ മോനും മോളും ഉറങ്ങാതെ അടുത്തിരിപ്പുണ്ടെങ്കിൽ നല്ല കെട്ടി പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. ഞാനൊണ്ടാ ഇവിടെ നിന്ന് പറ കൊച്ചിനോട്, ഞാനൊണ്ടാ ഇവിടെ നിന്ന് പറ കൊച്ചിനോട്. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.